സെയിം അവസ്ഥ പനിയാണോ പറഞ്ഞ അനിഞ്ഞൊന്ന് സംസാരിക്കട്ടെ. എടി നിന്നെ രക്ഷിച്ചല്ലേ ഇനി അടിയോടി. സുഖാണോ അവനെ? പനി പിടിച്ചാനെ. എന്നിട്ട് പോലും ഇറ്റാച്ചിക്ക് ആന്റിന് വേണ്ടി ഞാൻ സിറ്റി കയറി. അതാണ് എന്റെ മര്യാദ. മനസ്സിലായോ? മനസ്സിലായടി? സ്നേഹം അതല്ലേ സ്നേഹം. അയ്യോ ഭയങ്കര സ്നേഹം. എന്നിട്ട് പോലും നിങ്ങൾക്ക് ഒരു സ്നേഹമില്ലല്ലോ. എനിക്ക് സ്നേഹമില്ലാണ്ട് ഇല്ല. അതുകൊണ്ടല്ല ഞാൻ പറഞ്ഞു ഇറ്റാച്ചിക്ക് ഒരു സ്നേഹമില്ല. അതാ ഞാൻ പറഞ്ഞു. ഇറ്റാച്ചി എന്ന് പറഞ്ഞൊരു ഇല്ല. ഞാൻ ഇറ്റാച്ചിനെ പറ്റി ഒരു കഥ പറഞ്ഞോണ്ടിരിക്കലടാ. അങ്ങനെ ഇല്ലടാ ഞാൻ പറഞ്ഞേ. അല്ലടാ ഞാൻ പറഞ്ഞത് ഇറ്റാച്ചി ഒരു പുണ്ടാ മോനാണെങ്കിലും എന്റെ ചക്കരല്ലടാ ഇറ്റാച്ചി. അങ്ങനെയാണ് അത്രേ ഉള്ളു. നമ്മുടെ തരിപ്പൻസിലോട്ട് ആഡ് ചെയ്തല്ലോ ആന്റിനെ കൂടെ. തരിപ്പിയായിട്ട് ആഡ് ചെയ്തല്ലോ. നമ്മുടെ തരിപ്പിയായിട്ട് ആരുമില്ല. ആന്റിന് കയറാൻ താല്പര്യമുണ്ടോ? നമ്മള് കേട്ടില്ല. നിന്റെ ആവശ്യം നമുക്കില്ല കേട്ടറി. തരിപ്പൻസ് എന്ന് പറഞ്ഞ ആണുങ്ങൾ മാത്രം. അതുകൊണ്ടാണ് തരിപ്പൻസ് എന്ന് പേര്. മനസ്സിലായ? പിന്നെ ഞാൻ വരാത് നിന്നെ കാറി കയറ്റുന്നത്. പിന്നെ അത് സാവേജിന്റെ പുറകെ നടന്നപ്പോ നമുക്ക് മനസ്സിലായി. അത് ചില്ലറ തരിപ്പൊന്നും ഇല്ലായിരുന്നു. അതൊക്കെ മനസ്സിലായി. അതെ ഞാൻ എങ്ങനെ പോകുന്നു ജീവിതമൊക്കെ? ബോയ് ഫ്രണ്ട് വല്ലതും കിട്ടിയോ? അതെന്ത് പറ്റി? ഞാന് സാവേജിന് ശേഷം ഒരാളെയും ബാലുന്റെ സൗണ്ട് കേൾക്കുക രസമുണ്ടെന്നോ? അന്ന് ഞാൻ എല്ലാ ദിവസവും പനിയും പിടിച്ച് മൂക്കടച്ചിരിക്കണം. അല്ല ഞാൻ ഇവിടെ ചാറ്റ് വായിക്കാൻ പോയത്. അല്ല അപ്പൊ നിങ്ങൾ കേൾക്കൂലേ? അല്ല ഇവിടെ വോയിസ് ഒക്കെ ഉണ്ട്. അപ്പൊ ഞാനേ മറ്റേ ജോണി മാമനില്ലേ? ജോണി മാമനും അപ്പാപ്പനും ഒരേപോലെ ക്രഷുള്ള ഒരാളാണ് ഞാൻ. മനസ്സിലായോ ആനെ? ആന്റെ അഭിപ്രായം അറിഞ്ഞായിരുന്നെങ്കിൽ ആരെങ്കിലും ഒരാളെ സെലക്ട് ചെയ്തായിരുന്നെങ്കിൽ. ഞാനൊരു കാര്യം പറയട്ടെ. ഞാൻ സീരിയസ് കാര്യം പറഞ്ഞുതരാം. ടിവിയിലെ അപ്പാപ്പനാണെങ്കിലും ഒരു അരമണിക്കൂടെ ഞാൻ ലൈവ് കാണത്തോളം പോകുന്നുണ്ട്. ഞാൻ മിക്കവാറും മരിച്ചു കാണാൻ ഞാൻ കാണുന്നു. അപ്പാപ്പനും ജോണി മാമനും നല്ല റിച്ച് ആണ്. ഇപ്പൊ കൂടെ നിന്നാ പൈസ വാര. ആന്റണി ഇതുവരെ സിറ്റിയിലുള്ള ഒരാളോടും ഒരു ഇത് തോന്നിയില്ല? ഇല്ലാതെ ആരോട്? ആരോ പറഞ്ഞതാണ് ഓന്തെന്ന് പറഞ്ഞിട്ട് ആരുടെ അടുത്തോ. നമുക്ക് മനസ്സിലായില്ല. നമുക്ക് മനസ്സിലാടാ സ്റ്റീവ് എന്ന് പറഞ്ഞാടാ പച്ചേശേ. പച്ചേശ ഒന്ന് പറഞ്ഞടാ. ഇത്ര നേരം എന്റെ പോക്കറ്റ് ഉണ്ടായിരുന്നു. കുറച്ച് നാളായിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഇവിടെ ചാടി ഇവിടെ നിപ്പുണ്ട്. സൂക്ഷിച്ചു കളയാ. ഓന്നറിയാ എന്റെ പെറ്റായിരുന്നു. തോളത്ത് ചാടി പോയതാ. നോക്കിയോ ഇവിടെ എവിടെയും കാണാം. പിറകെ കുത്തേ സൂക്ഷിച്ചോ. നിമിഷം നിറമാറുന്ന സൂക്ഷിച്ചോ. ഇടക്കിടക്ക് നിറം മാറുവാണെങ്കിൽ ആൻ തന്നെ. അതെ ഇടക്കിടക്ക് നിറം മാറുന്ന പിന്നെ ബ്രൗൺ ആക്കി പിന്നെ വൈറ്റ് ആയി. പക്ഷെ എന്തൊക്കെ പറയാ സിറ്റിയിൽ ഒരു പെങ്കൊച്ചെന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു വൈബ് ഞാനല്ലേ നമ്മുടെ ആ ഒരു വേവ് ലെങ്ത്തിൽ അടിക്കുന്നത്. ബാക്കിയെല്ലാം ക്രിഞ്ചാണ്. മാത്രമേ ഉള്ളൂ ഒരു നമ്മുടെ ഒരു വൈബ് എന്ന് പറയുന്നത്. ചാവാനും തനിക്കല്ല മനസ്സിലായോ? എന്റെ മൂക്കൊന്ന് അടഞ്ഞ് കുറച്ച് പനിയും പിടിച്ച് എന്ന് പറഞ്ഞ് കൊല്ലാൻ നോക്കല്ലേ? വെറുതെ അല്ല ചാവയിൽ ഇഷ്ടപ്പെടാണ്ടിരുന്നത്. അവന് ഇഷ്ടപ്പെടാത്തത് ഇപ്പൊ എന്താ പോയില്ല. എനിക്ക് കാര്യം വേണ്ടല്ലോ. സിഗ്മ പറ്റില്ലേ? അതെ അതെ അതെ. നമ്മള് നേരത്തെ ആ റോട്ടില് കാലപ്പനി കണ്ടില്ലേ? അവർ MS-13 അടിച്ച് തീട്ട കഴിയേ പറഞ്ഞ പോലെ തന്നെ നടന്നു. ആണോ MS-13 ആരുമായിട്ടോ? അങ്ങനെയല്ലോ ഇവിടെ പറഞ്ഞത്. കുറച്ച് വയ്യ അതിന്റെ ഒരു ഇത് കാണിക്കണം. മനസ്സിലായോ? എനിക്ക് കുറച്ച് വയ്യാണ്ടിരിക്കുവാണ്.
ലാ 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 ലാ. വയ്യാത്തൊരു മനുഷ്യനാണ് ഇപ്പൊ ഈ ലൈവ് ഇട്ടിട്ടിരിക്കുന്നത്. ആ ഒരു മര്യാദ നിങ്ങൾ കാണിക്കണം. വയ്യ, എന്റെ സൗണ്ട് കേട്ട് പോലും നിനക്ക് മനസ്സിലാവുന്നില്ലേ? വയ്യ. TVM മാമൻ റെസ്റ്റ് എടുക്ക് വെച്ചു. ആ റെസ്റ്റ് എടുക്കാടാ മാമ, വെൽക്കം ഡാ. ആർക്കും സ്നേഹമില്ലല്ലോ, എന്റെ മാമന് സ്നേഹം ഉണ്ടല്ലോടാ, അത് മതിയടാ. ആ പറ പറ. നിനക്ക് ആനെ ഇഷ്ടമാണോടാ? ആനെ ആർക്കാണ് ഇഷ്ടമല്ലേ? ലോകത്തുള്ള എല്ലാവർക്കും ആനെ ഇഷ്ടമല്ല, സിറ്റിയിലുള്ള എല്ലാവർക്കും ആനെ ഇഷ്ടമല്ല. എനിക്കിഷ്ടമല്ല. ശരിയാണ്. ആനെന്ന് പറഞ്ഞാൽ നമ്മുടെ ചങ്കലടാ. അതെ അതെ, നമ്മുടെ എനിക്ക് ആനെ ഇഷ്ടമാണ്. വിചാരിച്ചു നമ്മുടെ ഒരു വൈബുള്ളവരെ നമ്മൾ എത്ര കൂക്കിയെന്ന് പറഞ്ഞാലും മൂക്കടത്തി എന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും നമ്മൾ എത്ര ഊക്കിയെന്ന് പറഞ്ഞാലും ആനെന്ന് പറയുന്നത് നമ്മുടെ ഒരു വൈബ് സിറ്റിയിൽ എത്ര പെമ്പിളാരുണ്ടെന്ന് പറഞ്ഞാൽ ആനെന്ന് പറയുന്നത് നമ്മുടെ വൈബാണ്. ഞാൻ ഒരു കാര്യം ഉള്ളത് പറയട്ടെ, ഈ ഔട്ട്ഫിറ്റ് നല്ല ഷിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇത് മാറ്റിയ ഒരു തരിപ്പൻസ് വൈബ് വരണം. ഇതിപ്പോ ഒരു പൂക്കി വൈബ്. തരിപ്പൻസ് കയറാൻ താല്പര്യം കേട്ടോ. ഇതാണ് ശരിയായ തരിപ്പൻ. തരിപ്പന്റെ ലീഡർ ഞാനാണ്. തരിപ്പന്റെ ലീഡർ ഇറ്റാച്ചാണെങ്കിൽ കോ ലീഡർ ഞാനടാ. അത് രണ്ടും ഇവിടെ പാറ കട വന്നപ്പോഴാണ് മനസ്സിലായി. പരിപാടി എന്താ? കുഴപ്പമില്ല, സീരിയസ് ആയിട്ട് പറയാൻ പോവാണ്. നമ്മുടെ തരിപ്പൻസില് ഞാൻ, ഇറ്റാച്ചി, തരിപ്പ് ജോ, ഇത് 3 പേരാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള തരിപ്പൻ. നാലാമതൊരു പെണ്ണിന് നമ്മുടെ തരിപ്പൻസിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം. ഞാൻ ഒരു കാര്യം പറയട്ടെ, നാലാമത് ഒരു തരിപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ ഒരു തരിപ്പി ഉണ്ടാവും, അതായത് മാത്രമേ വേറെ ആരും ഇന്നവരെ ഒരു തരിപ്പിയും ഇല്ല. അതൊരു 1 in a million ചാൻസ് ആണ്. പോരുന്നോ? പിന്നെ ഇപ്പൊ തന്നെ കേട്ടു. പിന്നെ ആരൊക്കെ വിളിക്കുന്നടി? തരിപ്പൻസ് പറയുമ്പോ അതിന്റെ റേഞ്ച് ഉണ്ട്, നിന്നെ ഒന്ന് കേട്ടു. പിന്നെ അല്ലാതെ ഇമാതിരി വാഴകളെ നമ്മൾ കേട്ടുപടി. നമ്മുടെ ജോ എന്താ? ജോയിൻ ഒന്ന് വിളിക്കട്ടെ. ജോ സിറ്റിയിലുണ്ടോ പറഞ്ഞൂടാ, വിളിച്ചു നോക്കി. പോയി കാണാം. വിഷമയോ? ഫോട്ടോയോ? ജോ നമ്മളെ വിളിച്ചാ കോളൊന്നും എടുക്കത്തില്ലല്ലേ? ഞാനൊരു കോൾ ഇറന്നിട്ട് പോലും ഞാൻ കട്ട് ചെയ്തു. പെണ്ണുങ്ങളെ വിളിച്ച നിങ്ങൾ പിഴയോ? ഫൈൻ എന്ന് പറഞ്ഞേ? ഫൈൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ പിഴയൊന്നുമില്ല. ഇറ്റ്സ് ഫൈൻ എന്നാണ് പറഞ്ഞത്. അപ്പൊ ഞാൻ പറഞ്ഞു ഒന്ന് ബാല, ഞാനൊരു കോൾ ഇറന്നിട്ട് പോലും ബാലിന്റെ മിസ് കോൾ കണ്ടു കട്ട് ചെയ്ത് ഞാൻ ബാലിനെ വിളിച്ചു. അതാണ് ബാലൻ. എവിടാണ് ജോ? വേറെ അറിയൂ? ഒരു 2 ആത്മഹത്യ അറ്റൻഡ് ചെയ്യാനുണ്ട്. നമ്മുടെ ജോ തരിപ്പൻസ് കൊടുത്തോട്ട് ഒരു പെൺകൊച്ചിനെ കെട്ടുന്നതിനെ പറ്റി എന്താണ് അഭിപ്രായം? എനിക്ക് നല്ല അഭിപ്രായം. അതൊരു തരിപ്പിയാണ്. അതെനിക്ക് മനസ്സിലായി. അന്ന് മറ്റേ സാവേജുമായിട്ടുള്ള 5 മിനിറ്റത്തെ പ്രണയം അവളെയായിരുന്നു. അതെ അതെ, അതുകൊണ്ടല്ലേ നമ്മൾ കെട്ടിയത്. ആണോ? അതൊക്കെയാണ്, ഞാൻ അതിൽ അംഗീകരിക്കുന്നു. ബാക്കിയുള്ള കമ്മിറ്റി മെമ്പേഴ്സ് എന്ന് പറയുന്നു. ഇറ്റാച്ചി ഓക്കെയാണ്, ഞാനും ഓക്കെയാണ്. തരിപ്പൻ ജോയിൻ കൂടെ ഓക്കെ ആയി കഴിഞ്ഞാൽ നമുക്ക് ആഡ് ചെയ്യാം. ഞാൻ സൈഡ് പിടിക്കുമല്ലോ. സൈഡ് പിടിക്കുന്നു? അല്ല, അങ്ങനെയല്ല, നമ്മളിത് കമ്മിറ്റിയിൽ അവതരിപ്പിക്കുമ്പോൾ ഞാൻ കൈവെക്കുമല്ലോ. അപ്പം നമ്മൾ ആഡ് ചെയ്യാൻ പോവാണ്. തരിപ്പൻ ഫ്രീ ആകുമ്പോൾ ഒന്ന് മുതുക്കിലോട്ട് വരണം. ഞാൻ എന്തായാലും അങ്ങോട്ട് വരാതിരിക്കാം. പക്ഷേ ഇവിടെ പ്രശ്നമുണ്ട്, 2 മരണം അറ്റൻഡ് ചെയ്യാനുണ്ട്. ആരുടെ? ഒരു കൊച്ച് ആത്മഹത്യക്ക് ശ്രമിക്കുന്നു, വേറൊരു ചെറുക്കൻ ഞാനൊന്ന് നമ്പർ ബ്ലോക്ക് ചെയ്താൽ കൊച്ചു ആത്മഹത്യ. അല്ലല്ല, അതിന് മുമ്പേ ലീവായിട്ട് എന്തോ കോൺവെർസേഷൻ ഉണ്ട്, അവൻ കാരണമായിരിക്കും. പിന്നെ വേറൊരു കാര്യമുണ്ടേ, ആരും പറയില്ലേ, ആ ലില്ലച്ചുവിന്റെ ലിഫ്രണ്ടിയുടെയും പ്രണയം കണ്ടപ്പോഴേ ഞാൻ അന്നേ കണ്ട കൂടി പോയി കഴിഞ്ഞ ഒരാഴ്ച അവർ ബ്രേക്കപ്പായി. ലിച്ചുകൊണ്ട് നടന്നപ്പോഴേ ഞാൻ വിചാരിച്ചു നമുക്ക് ഈ തരിപ്പൻസിനോട് ആഡ് ചെയ്യാം. ഇത് പറയുന്നു, അത് കൊള്ളാല്ലേ? അതൊരു നല്ലൊരു അഭിപ്രായം. നല്ലൊരു അഭിപ്രായം. അതെ, അത്രേ ഉള്ളൂ. ജോ ഫ്രീ ആകുമ്പോ മുതുകിലോട്ട് പോയാൽ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാം. ഞാൻ കുറച്ചും മുതുകിട്ടുണ്ട്. ഞാൻ സാവേജിന്റെ സൈറ്റിനെ കണ്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ ജോയോട് സംസാരിച്ചിട്ടുണ്ട്. നമ്മുടെ റൂൾ എന്ന് വെച്ചാല് തരിപ്പൻസ് കയറി കഴിഞ്ഞാൽ കമ്മിറ്റഡ് ആവാൻ പറ്റൂല. അതൊരു റൂളാണ്. റെഡിയോ? അവളുടെ ചിരി. അല്ല, നീ കമ്മിറ്റഡ് ആവാണ്ടിരിക്കാൻ നിനക്ക് പറ്റുമോ? അല്ല, കമ്മിറ്റഡ് ആവാണ്ടിരിക്കാനും പറ്റണം. അതേപോലെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ അടുത്ത് വന്ന് പറയും ചെയ്യണം. അതെ,
ഉറപ്പാണോ? അല്ലാണ്ട് രഹസ്യമായിട്ടുള്ള റിലേഷൻഷിപ്പ് വല്ലതും ഉണ്ടായി കഴിഞ്ഞാൽ നേരെ ചെന്ന് നമ്മൾ അടിച്ചാൽ കൊല്ലും അല്ലേ ചേച്ചി? അല്ല ആദ്യം ഒരു 10 മിനിറ്റ് ഊക്കും. അതെ മറ്റേ സെർവർ റിസ്റ്റാർട്ടിന് മുന്നേ 10 മിനിറ്റ് ഊക്കുണ്ടാവും. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് 1 മിനിറ്റ് ഊക്കിട്ട് റിസ്റ്റാർട്ടിന് ശേഷം അടിക്കും. അതെ പണ്ടത്തെ ഒരു സ്വഭാവം ഉണ്ടല്ലോ, നീ കിടന്ന് ഓടുന്ന പരിപാടി, ആ പരിപാടി മനസ്സിലായോ? ഓടി. അപ്പൊ അതിന് റെഡി ആണെങ്കിൽ മാത്രം അതെ പറയാം. അപ്പൊ നമ്മുടെ എനിക്കെന്താണ്? തരിപ്പൻസിലോട്ടുള്ള ആദ്യത്തെ ഗേളാണ്. ഏയ്. അത് ready? ഹലോ. ഊക്കാനല്ലേ അല്ല കുട്ടി അല്ല ഇതിപ്പോ നമ്മള് സീരിയസ് ആയിട്ട് പറഞ്ഞാലുണ്ടല്ലോ ഇവൾക്ക് മനസ്സിലായില്ല. കാരണം ട്രോമറ്റൈസ്ഡ് ആയി. അതെ അതെ അത് അത്ര ഊക്കല്ലേ കൊടുക്കണത്. സത്യം സത്യം. ഒരു കാര്യം ചെയ്യാം, നമുക്ക് അനൗൺസ്മെന്റ് ആയിട്ട് ഇടാം. അപ്പം Website ൽ ഇടാം. എക്സൈറ്റഡ് ഇടാം. ഓക്കെ ആണോ? ഞാനൊക്കെ എന്നാ പിന്നെ വി ആർ വെൽക്കമിങ് ചേച്ചി. വി ആർ വെൽക്കമിങ് എന്തിന്? സിറ്റിസൺ ഇവളാര് കേട്ടോ ഇതിന്? വേണ്ടേ? ഇവളൊന്നും കേട്ടണ്ട. ജോ വരെ പറഞ്ഞ് കേറ്റിക്കോളാം. എന്നാ കേട്ടെ. കേട്ടല്ലേ? ഇനിയിപ്പോ ഇത്ര ഊക്കിട്ട് കേട്ടിരിക്കണ്ട. അല്ലെ ചാറ്റ് ഇടാം, ചാറ്റൊന്നുമില്ല കുട്ടി, ചാറ്റൊന്നുമില്ല. ചാറ്റ് ഇടാം. നാട്ടുകാരെ കറിയട്ടെ. എന്നാ പിന്നെ ചാറ്റ് ഇടാം അല്ലേ? ആ ഇതിന്റെ പേരെന്തുവാ? നിങ്ങൾ എന്നെ ഊക്കുവാണെന്ന് എക്സ്റ്റാറ്റ് ആണോ? ഇതിന്റെ പേര് പറ, പേര് പറ. പറ. അല്ലേ? ജോ നമ്മുടെ ജോണി മാമൻ. ആൻ പിന്നെ പുതിയ അടുത്ത പേരെന്താ? ആൻ ഫ്രാങ്ക് ആണോ? എന്നാ പിന്നെ ഒരു അനൗൺസ്മെന്റ് ഇടാല്ലേ ചേച്ചി? ഞാൻ ഇടട്ടെ? നമ്മുടെ ആനിനെ നമ്മുടെ തരിപ്പൻസിലോട്ട് ഇൻവൈറ്റ് ചെയ്തേക്കുവാണ്. ഞാൻ സ്റ്റെല്ല് ഇടുവാ. ഇടട്ടെ? ഓൺലി ഫോർ സിംഗിൾ ഗൈസ്. ഇടട്ടെ? ഹിറ്റാച്ചി ഇടറാ. വി ആർ വെൽക്കമിങ് സിറ്റിസൺ ആൻഡ് ടു തരിപ്പൻസ്. വെൽക്കമിങ് ആൻ ഫ്രാങ്ക് ടു തരിപ്പൻസ് എന്ന് പറഞ്ഞിട്ടിരിക്കണം. അത് മതി. പക്ഷെ ആനെ നമ്മുടെ റൂളും എല്ലാം ബ്രേക്ക് ചെയ്താണ്ടല്ലോ. സ്പോട്ടിലെ ഊക്കാണേ. സ്പോട്ട് ബുക്കില്ല, കൊന്നു കത്തിക്കും. ആദ്യം ഞാൻ ഇടട്ടെ പല ഇടുവാണേ. വെൽക്കമിങ് ആൻഡ് ഫ്രാങ്ക് ടു തരിപ്പൻസ്. വെൽക്കം ആൻഡ് ഫ്രാങ്ക് ടു തരിപ്പൻസ്. അപ്പൊ നമ്മുടെ തരിപ്പൻസിലെ ആദ്യ തരിപ്പി. ഇവിടെ ഈ ഊക്കാലേ ഒരു കുഴപ്പമില്ല. അത് ഊക്കരുത്, അത് ഊക്കാതിരിക്കാനുള്ള കയറിയത്. അല്ലല്ല അങ്ങനെയല്ല. രാണന്റെ സിസ്റ്റർ അല്ലേ രാണ? ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ. സിറ്റിയില് അല്ല ഒറ്റ ചോദ്യം, സിറ്റിയിൽ എത്ര സിസ്റ്റേഴ്സ് ഉണ്ട്? ഇന്നലെ എസ്തർ എന്നൊക്കെ പറഞ്ഞ് രാണന്റെ അനിയന്മാരെ ഗേൾഫ്രണ്ട്സിനൊക്കെ എന്താ ഒരു മിനിറ്റ്. എടാ സാവേജ് എടാ നീ ഒന്നും തരിപ്പൻസ് ഇല്ല, മനസ്സിലായോ? തരിപ്പൻസ് എന്ന് പറയുന്നത് സിംഗിൾസ്. നീയൊക്കെ കടിയൻസ് മനസ്സിലായ? തരിപ്പൻസ് എന്ന് പറയുന്നത് സിംഗിൾസിന്റെ ആ സിംഗിൾസ്, ഓൺലി ഫോർ സിംഗിൾസ്, അതാണ് തരിപ്പൻസ്. ആ പിന്നല്ലാതെ. ഓ പിന്നെ ആ കുഴപ്പമില്ല, നമ്മളെ വിട്ടറാ. നിന്നെ പോലെ മറ്റേ ഗേൾഫ്രണ്ട് ഒരാളെ നമ്മൾ തരിപ്പൻസ് കയറ്റൂല, മനസ്സിലായോ? ജൂഡായിട്ട് കമ്മിറ്റഡാ നീ? ആനി കമ്മിറ്റഡ് അല്ല എന്നാണ് നമ്മളോട് ഇപ്പൊ പറഞ്ഞത്. ആനി ഇപ്പൊ കമ്മിറ്റഡ് അല്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നീ ഒലിവിയായിട്ട് കമ്മിറ്റഡ് ആണെന്ന് നമുക്കറിയാം കേട്ടാ. എടാ പോടാ, ഇവിടത്തെ ലീഡർ ഇറ്റാച്ചി ഗോൾഡർ ഞാനും ജോയി ആണ്, മനസ്സിലായോ? നീ ഒന്നും തരിപ്പൻസ് ഇല്ലടാ. തരിപ്പൻസ് ഈസ് ഓൺലി ഫോർ സിംഗിൾസ് ബ്രോ. തരിപ്പൻസ് ഈസ് ഓൺലി ഫോർ സിംഗിൾസ് ബ്രോ. അല്ലെങ്കിൽ നിന്നെ ഒന്നും ആരും ഇൻവൈറ്റ് ചെയ്തില്ല, പെണ്ണുപിടിയൊന്നും ആരും ഇൻവൈറ്റ് ചെയ്തിട്ടില്ലടാ. ആ ഇറങ്ങി പോടാ. ഞാൻ സെറ്റ് ആയില്ലല്ലോ. നീയൊക്കെ തൊരപ്പൻസ് തുടങ്ങിയോ? പക്ഷെ തരിപ്പൻസ് പറഞ്ഞ നമ്മുടെ ഞാൻ ചേച്ചിട്ട് കേട്ടടാ. ഞാനൊന്ന് മൂക്കിലൊന്ന് മറ്റേ ഇൻഹീലൊന്ന് പിടിച്ചിട്ട് വരാം, അല്ലെങ്കിൽ എനിക്ക് സംസാരിക്കാൻ പോലും പറ്റുന്നില്ല. സിംഗിളാണോ അല്ലേ? കണ്ടാ എന്ത് സംസാരിക്കാം, പക്ഷേ റിലേഷൻഷിപ്പ് എന്നുള്ള സംഭവമില്ല, മനസ്സിലായോ? ചുട്ടുമണിയെ എന്നൊക്കെ വിളിച്ച് സംസാരിക്കാൻ പാടില്ല. അതാണ് നിങ്ങൾ ഈ തോൽപ്പൻസും നിന്നെ തരിപ്പൻസിലോട്ട് കയറ്റിയതിന് ഭയങ്കര കുറെ ആൾക്കാർക്ക് ഭയങ്കര പ്രശ്നമായി കേട്ടോ.
അത്രേ ഉള്ളോ ആനെ? കയറി അവർക്ക് പിടിച്ചില്ല കേട്ടോ. അത്രേ ഉള്ളോ ആനെ? എന്നെ എടി, പിടിക്കണ്ട. നീ മാനം കാക്കണം ഇവരെ. അത്രേ ഉള്ളോ ആനെ? നീ ഇവിടെ ആരെങ്കിലും ദൈവത്തെ നോക്കാൻ ഓർത്ത് ഇനി സെറ്റ് ആവല്ലേ പ്ലീസ്. നമ്മളാണ് സാധനം ഇല്ല, കാണുന്നത്. ഇല്ല, എനിക്ക് വേണ്ടിയാണ് ഇപ്പൊ അവിടെ അവരെ രണ്ടുപേരെ ഇറക്കി വിട്ടിട്ടാണ് നോക്കുന്നത്. മനസ്സിലായോ? തെറ്റാണ്, തെറ്റാണ്. അത്രേ ഉള്ളോ ആനെ? സിംഗിള് ഇവിടെയുള്ള എല്ലാരും സിംഗിള്, നീയും സിംഗിള്, ഞാനും സിംഗിള്, ഇറ്റാച്ചി സിംഗിള്. മനസ്സിലായ? ആ അപ്പൊ ആ ഒരു വൈബിലങ്ങ് നിന്നോളാം. മനസ്സിലായ? ആ എങ്കിൽ നിനക്ക് കൊള്ളാം. അഥവാ കമ്മിറ്റഡ് ആയി കഴിഞ്ഞാൽ നിന്നെ കൊന്നു കത്തിക്കും നമ്മൾ. ഓക്കെ? കത്തിച്ചോ? ആ പാച്ചൂസേ, പാച്ചൂസി ചെന്നേ, പാച്ചൂസി ചെന്നേ. കണ്ടോ ഓടി വരുന്നുണ്ട്. പിന്നെ ഇങ്ങനെ ഓടും, ഇങ്ങനെ ഓടണം. ആ പാച്ചൂസേ, അർജന്റീനയിലെ 5 പ്ലെയറിന്റെ പേര് വേഗം പറഞ്ഞു. കഷ്ടപ്പെട്ടാണല്ലോ നീ പഠിച്ചില്ലോടി, അതാണ് ഈ അന്തസ്. ആ അത്രേ ഉള്ളു. ഇനി ബ്രസീലിലെ 2 പേരുടെ പേരോട് പറ. 2 പേരുടെ പേര് പറ ബ്രസീലിൽ. അത് കൊള്ളാം, അത് കൊള്ളാം. മറ്റേ പാട്ടും പഠിച്ച് വന്നേക്കോ അല്ലടി? അർജന്റീനയുടെ പാട്ടും പഠിച്ച് വന്നേക്കോ? പാച്ചൂസിന് തരിപ്പൻ സ്കോഡിൽ കയറാൻ താല്പര്യമുണ്ടോ? ആരെ? സാവേജിനെ ഇറക്കി വിട്ട് ഞാൻ ഇറ്റാച്ചി, ജോ, ആന് മാത്രമേ ഇപ്പൊ ഉള്ളു. പാച്ചൂസിന് കയറാൻ താല്പര്യമുണ്ടോ? അല്ല പാച്ചൂസിന് കയറാൻ താല്പര്യമുണ്ടോ ഇല്ല അത് മാത്രം പറഞ്ഞാൽ മതി ഇപ്പൊ. ആ അത് കുഴപ്പമില്ല, അത് കുഴപ്പമില്ല. പാച്ചൂസിന് കയറാൻ താല്പര്യമുണ്ടോ? ഉണ്ടോ ഇല്ലയോ? ഉണ്ടോ ഇല്ലയോ? ഉണ്ടോ ഇല്ലയോ? ഒരു മിനിറ്റ്. ഉണ്ടോ ഇല്ലയോ? അല്ലല്ല വേറെ പറ. ആ ഉണ്ടോ ഇല്ലയോ? ഉണ്ടോ ഇല്ലയോ? ഉണ്ടോ ഇല്ലയോ? ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറ. ഇറങ്ങ മുതുകത്ത് ഇറങ്ങ ഇറങ്ങി ഇറ്റാച്ചി ഇറങ്ങാൻ പറഞ്ഞ ഇവളോട്. ഇറങ്ങി പോടി. ആ ഇറ്റാച്ചി ഞാൻ പാച്ചൂസിനെ അയ്യോ അളിയ സോറി, പാച്ചൂസിനോട് ഇങ്ങനെ നമ്മള് ഫോഴ്സ് ചെയ്തിട്ട് തരിപ്പൻസിലോട്ട് കയറാൻ പറയണം. എന്നിട്ട് അവള് കയറണം എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ അവള് ഊക്കി വിടും. പിന്നെ പോലുള്ള കഴിവില്ലാത്തവരെ നമ്മൾ കയറ്റില്ലെന്ന് പറയണം. മനസ്സിലായോ? ഓക്കെ. പാച്ചൂസേ, പാച്ചൂസേ നീ വരണം. പാച്ചൂസേ തരിപ്പൻസിലോട്ട് പ്ലീസ്. പാച്ചൂസേ നമ്മുടെ ഒരു വൈബ് വെച്ചിട്ട് നീ വരണം. അതെ അതെ നമ്മുടെ ഒരു അഭിപ്രായത്തില് അതെ ആൻഫ്രാങ്ക് കയറി. അതെ പാച്ചൂസിന് കയറാൻ താല്പര്യമുണ്ടോ? അവരെ കയറ്റാം. പാച്ചൂസിന് കയറാൻ താല്പര്യമുണ്ടോ? പാച്ചൂസ് ഇപ്പോഴത്തെ കേസാണ് പറയുന്നത്. ഇപ്പോഴത്തെ കേസ് കയറാൻ താല്പര്യമുണ്ടോ? അല്ല അല്ലരാണ് അല്ലരാണ് വെയിറ്റ് വെയിറ്റ് അവർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ പിന്നെ പാച്ചൂസിന് താല്പര്യമുണ്ടോ? അല്ല അല്ല പാച്ചൂസ് 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 പറ കയറാൻ താല്പര്യമുണ്ടോ? ആ 3 പേര് വരട്ടെ. പാച്ചൂസ് വരുമോ? പാച്ചൂസ് വരുമോ? അവര് ആ അതെ അപ്പൊ പാച്ചൂസ് വരുമോ? നമുക്ക് താല്പര്യമില്ലല്ലോ നിന്നെ കേട്ടാ. നിന്നെയൊക്കെ ആരെങ്കിലും കേട്ടോടി? നിന്നെയൊക്കെ തരിപ്പൻസില്ല പോടി അവിടുന്ന്. ആ നീ ആ വില്ലുമാന്റെ കൂടെ മറ്റേ കാർട്ടൂൺ കണ്ട് കിടക്കടി. ആൻ ഫ്രാങ്കിന്റെ അത്ര ഓറയൊന്നും നിനക്കില്ലടി. ആൻ ഫ്രാങ്ക് ആണടി ഓറ. ആ കേട്ടോടി കേട്ടോടി. തരിപ്പൻസിൽ ഒരു പെങ്കൊച്ചുള്ളത് ആൻ ഫ്രാങ്കാ കേട്ടോടി. അതെ അതെ രക്ഷപ്പെടുത്ത വില്ലുമോള് പോലും വരൂല കേട്ടറി. ആ നീ എന്തോ തരിപ്പൻസ് ചുമ്മാ കയറുന്ന അത് പറ്റില്ലടി. അതെ കുറച്ച് കഴിവെങ്കിലും വേണം. നിനക്കതില്ലടി നിനക്കതില്ലടി. ആ അതെ അതെ ഓടി കേട്ടാ കണ്ടോടി. കുട്ടിക്ക് താല്പര്യമുണ്ടോ? കുട്ടിക്ക് താല്പര്യമുണ്ടോ നമ്മുടെ കൂടെ തരിപ്പൻസ് കയറാൻ? ഹലോ എന്നെ മാത്രം നോക്കൂ. മനസ്സിലായോ? ഇല്ല മനസ്സിലായില്ല. ഇതാരാ? ഡാൻസ് ആ മനസ്സിലായി. നീ ഡാൻസ് കേസ് ഇവിടെ പറയല്ലേ? എനിക്ക് ഇഷ്ടപ്പെടുന്ന അങ്ങോട്ട്. ആ കുട്ടിക്ക് താല്പര്യമുണ്ടോ തരിപ്പൻസ് കയറാൻ? വെട്ടി കയറുന്നു. ആ അതാ അപ്പൊ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ കുട്ടിക്ക് താല്പര്യമുണ്ടോ? കുട്ടിക്ക് താല്പര്യം ഉണ്ടോ ഇല്ലയോ? ആ പ്ലീസ്. അതെ
ഗ്ലാമറുള്ള പയ്യന്മാര് സിറ്റിലുണ്ട് അങ്ങനെയൊക്കെ ആണോ അരെ നമുക്ക് താല്പര്യമില്ലല്ലോ അയ്യേ നമ്മളെ കേട്ടില്ലല്ലോ അതെ ബേസിക് കഴിവാണോ അത് കുട്ടിക്കില്ല സിറ്റിയിലെ ആൻ ഫ്രാങ്ക് എന്ന് പറഞ്ഞ കൊച്ചുണ്ട് ആൻ ഫ്രാങ്കിനെ പോലെ ആയിട്ട് വന്നാൽ നമ്മൾ കേട്ടാ അല്ലടാ പക്ഷേ അനിയത്തിയാണെങ്കിലും കഴിവുകൊണ്ട് അതെ 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 ആൻ ഫ്രാങ്കിന്റെ അത്ര കഴിവൊക്കെ പോവാ അപ്പൊ നമുക്ക് കേട്ടാ അല്ലടാ ആ വേവലെങ്കിലൊന്ന് മുട്ടട്ടെ. അതെ 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 സിറ്റിയിലുള്ള പിള്ളേർ മൊത്തം ബ്രേക്ക് നമുക്ക് കിട്ടും കേട്ടോ ഉറപ്പല്ലേ ആൻ ഫ്രാങ്കിനെ വല്ലതും ആൻ ഫ്രാങ്ക് കിട്ടും ആൻ ഫ്രാങ്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ തരിപ്പൻസിലുള്ള ആൻ ഫ്രാങ്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ വിളിച്ചാൽ അപ്പൊ നമ്മൾ വരും മനസ്സിലായോ പിന്നല്ലാതെ ഇല്ല എന്നാ പിന്നെ വിളിക്കണ്ട കേട്ടോ അങ്ങനെ വിളിക്കണ്ട കേട്ടറി പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ഒരു വേവ് ലെന്ത് ഉള്ളത് ആൻ ഫ്രാങ്ക് അല്ലടാ അതെ 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 അത് നമ്മള് ചുമ്മാതെന്ന് പറഞ്ഞാൽ നീ അത് കൂടെ പിടിക്കണോ ആ നമ്മള് പറയാൻ കൂടെ കേൾക്കും മനസ്സിലായോ വലിയ ഷോ ഒന്നും വേണ്ട കേട്ടറി ആൻ ഫ്രാങ്കിനെ ബാറ്റ് വെച്ച് വിടുന്നോടാ ആൻ ഫ്രാങ്കിനെ ബാറ്റ് വെച്ച് വിടുന്നോടാ മച്ചു ഡൽഹിയിലാണെങ്കിൽ ആരായാലും ആൻ ഫ്രാങ്കിനോട് കൊണക്കാന്ന് കഴിഞ്ഞോണ്ടല്ലോ മച്ചു ആ തൊട്ട് കഴിഞ്ഞാൽ നമ്മൾ ഇടപെടും അത്രേ ഉള്ളൂ ആൻ ഫ്രാങ്ക് എന്ന് പറഞ്ഞാൽ തരിപ്പൻസുള്ള കൊച്ചാണ് മനസ്സിലായോ ആൻ ഫ്രാങ്ക് വന്ന് നമ്മളോടൊരു പ്രശ്നം പറഞ്ഞാൽ അതിനെ തട്ടിക്കളയും കേട്ടാ ഇല്ല വേവ് ലെന്ത് ആയിട്ടില്ല അല്ലടാ കൊറോണയ്ക്ക് മുന്നേ ഉള്ള ട്രെൻഡ് കൊണ്ട് വന്നിരിക്കുന്നത്. പിന്നെ അപ്പൊ ബാഗ് നൈനീസാണ് അത് 90s ആയിക്കോട്ടെ കുഴപ്പമില്ല. അതിപ്പോ തിരിച്ചു തന്നെ പിന്നെ അല്ലെങ്കിലും കേട്ടുന്നില്ല പോലെ കാര്യപ്പെടുത്തിൽ എന്ത് വേണേലും ചെയ്യണം. കുഞ്ഞിരിക്കുന്നവരൊന്നും വേണ്ട ഇവിടെ കണ്ടവന് വേണ്ടിട്ടൊന്നുമല്ല ചെയ്തേ. നമ്മൾ കുഞ്ഞിരിക്കാൻ പറഞ്ഞാൽ അങ്ങനെ കുഞ്ഞിരിക്കാൻ പാടില്ല. നീ അവിടെ പറയണേ എനിക്ക് എന്റെ വിലയാണ് മുഖ്യം, അല്ലാണ്ട് കുഞ്ഞിരിക്കണതൊന്നും അല്ല. മനസ്സിലായോ? നേരെ കുഞ്ഞിരുന്നു മനസ്സിലായോ? അവിടെ തന്നെ നിന്റെ വില പോയി. നമുക്ക് അങ്ങനെ വിലയില്ലാത്തവരെ വേണ്ട. മനസ്സിലായോ? പിന്നെ ട്രൈ ചെയ്യും. കാരണം എന്ന് വെച്ചാല് ഇവള് സിംഗിൾ ആണ് ഇപ്പോഴും സ്റ്റിൽ സിംഗിൾ. മാത്രമല്ല നമ്മുടെ അതേ ഒരു വേവ് ലെങ്ത് മാച്ചിങ് ആണ്. അതെ അതെ ഇപ്പൊ ജൂഡ് പ്രപ്പോസ് ചെയ്തിട്ട് പോലും പുള്ളി കാര്യം റിജക്ട് ചെയ്തു. അതുകൊണ്ടാണ് അതെ അതെ ഓറുണ്ട് കുറച്ച് ഒരുപാടൊന്നും ഇല്ല കേട്ടോ. ഒരു ചെറിയ രീതിയിൽ കേട്ടാ ഒരുപാടങ്ങ് പൊങ്ങല്ലേ നീ കേട്ടാ അങ്ങനെ ആൾക്കാരുണ്ട്. ജോണി മാമനാണ് നിന്റെ തൈപ്പൻസിലുള്ള 24 മണിക്കൂർ പെമ്പിളരോട് കഴിഞ്ഞ ആഴ്ച അമ്പത്തൂരിനോട് ആഴ്ച പോയപ്പോ ഇരുന്ന് കരഞ്ഞങ്ങേര് ആണ് മനസ്സിലായി. ജോലി ചെറിയൊരു തരിപ്പുണ്ട്. അതായത് ചെറിയൊരു ഹലോ ഐഷ, ഞാൻ ഒരു കാര്യം സത്യം പറയണം. ജോയിനെ പറ്റി എന്താണ് അഭിപ്രായം? ജോ ഇവിടെ ഞാൻ സ്പീക്കർ ഇടണേ കേട്ടോ. അതായത് ജോയിനെ പറ്റി ജോ മീൻസ് ജോണി മാമൻ അതായത് സ്പീക്കർ ഇടണം. ഓക്കെ, ജോണി മാമൻ ഇവിടെ പറയാൻ ഈ പിള്ളേരുടെ രീതിയിൽ തരിപ്പ് കാണിക്കാത്തവരാണ് തരിപ്പൻസിലുള്ളത്. ഓക്കെ, ഒളിപ്പിക്കാത്ത ആൾക്കാർ. ജോണി മാമൻ തരിപ്പൻസിലുണ്ട്. പുള്ളിക്കാരൻ എങ്ങനെയാണ് മൊത്തത്തില് ഒന്ന് പറയാം? അതെ, ഒരു തരിപ്പ് കാണിക്കാറില്ല. ശരിയാണ്. ജോണി മാമനാണ് നമ്മുടെ ലീഡർ മനസ്സിലായോ? ജോണി മാമൻ സത്യം പറഞ്ഞ ഒരു 500 ഗേൾസ് ആയിട്ട് കമ്പനി ഉണ്ടെങ്കിൽ പോലും പുള്ളി ക്ലീനാ. അതാണ് ജോണി മാമന്റെ ഒരു വൈബ് മനസ്സിലായോ? പിന്നെ അതെ അതെ ഇതിപ്പോ ഞാന് ഇറ്റാച്ചി ജോ അപ്പാപ്പൻ കയറിയിട്ടുണ്ട്. പിന്നെ മുച്ചിനുണ്ടോ? മുച്ചിനെ കണ്ടില്ല. മുച്ചിന്റെ പക്ഷെ നമ്മുടെ കൂടെ കണ്ടില്ലല്ലോടാ ചേച്ചി. മുച്ചിരി നേരത്തെ ഒരു ചാറ്റ് കണ്ടില്ലായിരുന്നോ നീ? ഇല്ല. നമ്മള് സാവേജിനെ ഇതാക്കില്ലേ, കിച്ചില്ലേ? മുച്ചിരി ചാറ്റിട്ട് എടാ ഞാൻ സാവേജിനെ കിക്കാക്കിയോ? അത് ചാറ്റിലിട്ടോ? അത് നമ്മൾ കിക്കല്ല ചെയ്തത്, അവൻ ഇറങ്ങി പോവാ ചെയ്തത്. അല്ലല്ല നമ്മൾ കിക്ക് ഇടണം. ചാറ്റിലിടും. മദാര ആൻഡ് സാവേജ് കിക്ക് ഇടും. നിങ്ങൾ അറിഞ്ഞിട്ടില്ലടാ ജോയിൻ ചെയ്തത്. അവൻ കയറുന്ന സമയത്ത് അവൻ കമ്മിറ്റഡ് ആയിരുന്നില്ല. പിന്നെ അവൻ പെണ്ണുപിടിയൻ, അവനൊന്നും വേണ്ട. അതാണ് ഇപ്പൊ കിക്ക് ചെയ്ത് വിട്ട ചേച്ചി. സിംഗിൾ സൊള്ളി. പിന്നല്ലാതെ ഞാൻ ഇന്നേ സിംഗിൾ അല്ലേ. എനിക്ക് താര പോയതിനു ശേഷം എനിക്കൊരു പെണ്ണുമില്ല. എനിക്ക് ഒരു പെണ്ണും വേണ്ട. നീ ഇന്നലെ പറഞ്ഞത് എന്താ എന്റെ അടുത്ത്? ചിഞ്ചു ആണോ? അത് ഞാൻ വിട്ടു. ബോബ് നോക്കി. ബോബ്
ബോബിന് കൊടുത്തില്ലേ എനിക്ക് വേണ്ട. ബാല ആ ഗ്യാപ്പിൽ നീ നോക്കാം ഇല്ല നോക്കിയൊന്നുമില്ല ചേച്ചി, അങ്ങനെ പറയല്ലേ ചേച്ചി, നമുക്ക് തരിപ്പൻസ് അല്ലേ മീൻ. ചെറിയൊരു തരിപ്പ് അല്ലേ ചെറിയൊരു തരിപ്പ് അടിച്ചെങ്കിലും പോലും കുഴപ്പമില്ല. ആ ചെറിയൊരു തരിപ്പ് അടിച്ചു, പക്ഷെ ബോബിന് ഞാൻ കൊടുത്ത്. ബോബിന് ഒരു ഇഷ്ടം ഉണ്ടെന്ന് പറയുമ്പോൾ ഞാൻ വിട്ടളിയാ. ആണല്ലേ? ആ പിന്നല്ലാതെ അപ്പൊ ഈ ചിഞ്ചുവിന്റെ 24 മണിക്കൂർ പറയുന്ന ഏബല് അത് ബ്രദർ അവനെ ഒന്നും തരിപ്പൻസ് കയറ്റാൻ പറ്റില്ലടാ, അവനൊക്കെ പെണ്ണ് പിടിയാൻ. ആരെടാ? ഏബില് ഏബലൊക്കെ മന്ദാരൻ സാവേജ് കിട്ടി ഫ്രം തരിപ്പൻസ് ഫാം. ഗുഡ് ലക്ക് ബ്രോ. ഞാനും സാവേജും പുതിയ ടീം തുടങ്ങണം. പിടിയൻസ് പിടിയൻസ് അത് പിടിയൻ ബാല പിടിയൻസ്. experience. പിടിയൻസ്. ഒരു team. ആൻ നമ്മുടെ അവിടെ ആനെ ആൻ നമ്മുടെ അവിടെ അല്ലേ. അതെ അതെ അതെ. നമ്മളെ പോണോ? നമ്മളെ ഊമ്പിക്കാനുള്ള പരിപാടി ആണെങ്കിൽ നമ്മളങ്ങ് കൈവിടും, മനസ്സിലായല്ലോ. അവിടെ മോചിച്ച് കഴിഞ്ഞോണ്ടല്ലോ, and എല്ലാ ദിവസവും സിറ്റി റീസ്റ്റാർട്ട് ആവണേന്റെ 5 ആ മിനിറ്റ് ഉണ്ടല്ലോ. അറിയാലോ റോഡ് അറിയാലോ അറിയാലോ അറിയാലോ. ആ ഭീഷണിയല്ല. ആ ആ അതെ. നമ്മൾ ചെയ്ത് കാണിക്കുള്ളൂ, ഭീഷണി എന്ന് അല്ല പറയാം. ഇറ്റാച്ചി ഇറ്റാച്ചി ആന് നമ്മുടെ തരിപ്പൻസ് കയറിയ സ്ഥിതിക്ക് ജൂഡ് നമ്മളോട് കാല് പിടിച്ച് വരും മിക്കവാറും. ശരിയാണല്ലേ? അതെ അതെ മിക്കവാറും ജൂഡ് കാല് പിടിച്ച് വരും. ആ. നമുക്ക് ഊക്കടാ, ഒന്നും പ്രശ്നമില്ല. അല്ല ഞാൻ എന്നോട് ഒരു കാര്യം സീരിയസ് ആയിട്ട് ചോദിക്കട്ടെ, സ്റ്റുഡന്റിനോട് എന്തെങ്കിലും ലൈക്ക് എന്തെങ്കിലും ഒരു ഇഷ്ടം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? എന്തെങ്കിലും ഫീലിംഗ്സ് ഉണ്ടോ? ചെറിയ തരിപ്പല്ലുണ്ട്. തരിപ്പാ അപ്പൊ ചെറിയ തരിപ്പ് ഉണ്ടായിരുന്നു ചെറിയ തരിപ്പ് ചൂടുന്നുണ്ടോ? ഉണ്ടായിരുന്നു. ഉണ്ടായിരുന്നാണോ ഇപ്പോഴും ഉണ്ടോ? പറ 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 പറ. ഇപ്പൊ ഉണ്ടോ? ഇപ്പൊ ഉണ്ടോ? ഹലോ അളിയാ അല്ല, ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറ കുട്ടി. ഉണ്ടെങ്കിൽ അനൗൺസ്മെന്റ് ഇടാനാണ് നമുക്ക്, മനസ്സിലായ? എന്ത് തരിപ്പുണ്ടെന്നോ? അല്ല തരിപ്പൻസ് കിക്കാക്കാൻ. ഇല്ല ഉണ്ടായിരുന്നു. അല്ല. ജൂഡ് മുതൽ സിഗ്മ, ജൂഡ് സിഗ്മയാ. ഇപ്പൊ ഉറപ്പാണല്ലോ അല്ലേ? ഉണ്ടായിരിക്കും അല്ലേ? ആ ജൂഡത്തെ കാണുന്നുണ്ട്, പിന്നല്ലാതെ. ചൂട് ഇപ്പൊ ഓടിയെത്തും. അയ്യോ തുറന്നിട്ട് ആ ആന എന്നോട് പറയട്ടെ. ജൂഡിനെ ചതിച്ചാലും തരിപ്പൻസിനെ ചതിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഭവിഷ്യത്തുകൾ ആൻ അനുഭവിക്കും, മനസ്സിലായോ? പിന്നെ ഞാൻ ഒരു കാര്യം പറയട്ടെ, പിന്നെ എക്സലൻസ് കാര്യം കുത്താൻ പറ്റില്ല. അതെ അതെ ഓരോ റീസ്റ്റാർട്ടിന് മുമ്പും ഇത് ആൻ ഓടും. ആക്കാച്ചാണ് പറയണേ. അത്ര എക്സ്ലാൻഡിസിലെ മാക്കാച്ചടാ, എക്സ്ലാൻഡിസിലെ മാക്കാച്ചടാ പറയുന്നത്, മനസ്സിലായ? ആനെ കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഉണ്ട്, അതൊക്കെ മനസ്സിലാക്കി നിൽക്കാൻ പറ്റുമെങ്കിൽ നീ നിന്നാ മതി, മനസ്സിലായ? നമ്മുടെ തരിപ്പൻസിലെ ആദ്യത്തെ കുട്ടിയാണ്, മനസ്സിലായ? അതിന്റെ ഒരു കൺസിഡറേഷൻ എപ്പോഴും ഞാനുണ്ട്, മനസ്സിലായില്ലേ? എന്ന് പറഞ്ഞിട്ട് അത് മുതലാക്കല്ലേ. ഏയ് കൺസിഡറേഷൻ എന്ന് വെച്ചാലേ സ്ഥിരമായിട്ട് നോക്കും, അതാണ് കൺസിഡറേഷൻ. ആ മനസ്സിലായല്ലോ? പിന്നെ ആൻ ഓക്കെ ആണെങ്കിൽ പറ, ഓക്കെ ആണോ? ായാലോ ഇല്ല, ഓക്കെ ഓക്കെ അയ്യോ ഓക്കെ ഞാൻ എനിക്കെന്ത് നീല ഇതെനിക്ക് ഉറപ്പാണ്? അങ്ങനെ ഉറപ്പാണ്? നീല ബാല പറയാ ബാല ഇതങ്ങനെ ശരിയാവുന്നില്ലല്ലോ ബാല. അപ്പൊ ഇതങ്ങോട്ട് അത്ര അങ്ങോട്ട് സെറ്റ് ആവുന്നില്ലല്ലേ? വേണമെങ്കിൽ ഐറൻ അടിയല്ലേ? അതെന്തിനു മല? അല്ല അല്ല ഐറ തരിപ്പിയാണ്, അതുകൊണ്ട് ഞാൻ പറഞ്ഞ. ഐറ സിംഗിൾ അല്ലേടാ, ഐറ സിംഗിൾ ആയതുകൊണ്ട് ഞാൻ പറഞ്ഞ. അതെ അതെ എന്താടാ ഐറക്ക് എന്താ കുഴപ്പം? നല്ലൊരു കൊച്ചല്ലടാ. സാവേദിനും മതാരനെയും കിക്കാക്കി വലിയ താളടിച്ചാ ബാല. ഇല്ലടാ ഐറായിട്ട് ഞാനും നമ്മള് ഫ്രണ്ട്സ് ഇല്ലടാ. പറഞ്ഞ വാക്കിന് ഇച്ചിരി ബലം വേണം. എടാ ഐറ ഞാനും ഫ്രണ്ട്സ് ഇല്ലടാ, ആണോ? അതിനപ്പുറം ഒന്നും ഇല്ലടാ. നീ ഇങ്ങനെ എന്നെ തെറ്റിദ്ധരിക്കലടാ. ഉറപ്പിക്കാവോ? 100% 100%. അങ്ങനെയാണെങ്കിൽ ആ. ബാല നേരെ കേറും. ഞാൻ ഒരു കാര്യം പറയാം, ഈ ആന ഉണ്ടല്ലോ, ആന് ആ. 24 മണിക്കൂർ ജൂഡിന്റെ വേണം. ജൂഡിന് ഇഷ്ടമുണ്ട്, അപ്പൊ നിങ്ങൾ നടത്തിക്കരുത് അവരെ കൂടെ. ഞാൻ അതാണ് പറഞ്ഞ ചെയ്യേണ്ടത്. ചെറിയ തരിപ്പുണ്ടായിരുന്നു. ചെറിയ തരിപ്പുണ്ടെന്ന്. ആ നേരത്തെ പറഞ്ഞില്ലടാ, ആ ഉണ്ടായിരുന്നു, അതിപ്പോ ഇല്ലാന്ന്. മനസ്സിലായില്ലേ? ഇപ്പൊ ഇല്ലെങ്കിൽ ഓക്കെ ഫൈൻ. ഇത് ലാസ്റ്റ് ഞാൻ ഒറ്റയ്ക്കാവാനുള്ള പോക്ക. ചേച്ചി ഞാൻ ഉണ്ടല്ലോടാ കൂടെ നിന്റെ, എന്താടാ പറയുന്നത്? അന്ന് ഞാനെന്നും ഒറ്റയ്ക്ക് തന്നെയായിരുന്നു. ഞാൻ ഇല്ലടാ ചേച്ചി, ഞാനും ജോയി. അറിയാം തരിപ്പൻസ് തുടങ്ങണം. എനിക്ക് എന്നെ കണ്ടിട്ടാണ് അവൻ തുടങ്ങണം, മനസ്സിലായി? ഞാനായിട്ട് അടി ഉണ്ടാക്കിയിട്ടാണ് തുടങ്ങുന്നത്, അത് നിങ്ങൾക്ക് അറിയാം. അല്ല അത് സംഭവം അങ്ങനെ അല്ലായിരുന്നു. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി ഉണ്ടാക്കാൻ പ്ലാൻ ഉണ്ട്. പക്ഷെ നോക്കുമ്പോൾ അണ്ണൻ മറ്റേ സിഗ്മ ക്ലബ് എന്ന് പറഞ്ഞിട്ട് എന്തോ തുടങ്ങി ഇവിടെ. കുഴപ്പമില്ല, എന്തായാലും സിഗ്മ ക്ലബ് ഇപ്പം ഇല്ലടാ, മൊത്തത്തിൽ അടിച്ചു പിരിഞ്ഞ എല്ലാവരും. ഡുണ്ടു സർക്കാരോടെ പോയി. ഓ ഇപ്പൊ 24 മണിക്കൂർ അവളല്ലെന്നാണ് പറഞ്ഞു. ഇഷ്ടമല്ല അവൻ അവളോടെ അത് പോയി. അയ്യോ രണ്ട് ഫുഡ് കഴിക്കട്ടെ. ബാല ആ പറടാ. ബാല ആയിട്ട് trust ചെയ്തോ. ഞാൻ കണ്ടായിരുന്നു. ഐ ഓൾവേസ് ട്രസ്റ്റ് യു ടാച്ചി. നീ എന്നെ trust ചെയ്താലും ഞാൻ നിന്നെ trust ചെയ്യുന്നുണ്ട്. അത്ര ഉള്ളതായിട്ട് ഞാൻ ഇല്ലടാ കൂടാ നിന്റെ. വേറെ ആര് പോയാലും ബാലിനുണ്ടെന്നുള്ള ഒറ്റ ധൈര്യത്തിലാണ് എനിക്ക് ഉണങ്ങുന്നത്. അതെ പെണ്ണുങ്ങളിൽ ആനിന് ഒരു വിശ്വാസം ഉണ്ട്. അടിച്ച് തല തിരിക്കാൻ വേറൊന്നും ആ പറയാനില്ല. അല്ല തലതിരിക്കൂല. റീസ്റ്റാർട്ടിന് മുമ്പ് ഒരു 5 മിനിറ്റ് നമ്മളങ്ങ് എടുക്കും. നീ തരിച്ചിരിക്കും. അതെ ഓർമ്മ ഉണ്ടല്ലോ പഴയ കഥകളൊക്കെ. ആ റീസ്റ്റാർട്ടിന് മുമ്പുള്ള 5 മിനിറ്റ്. പെട്ടി കുഴിച്ച് ആ അത്രേ ഉള്ളു. അത്രക്ക് അത്ര ഉള്ളൂ. ആവശ്യമായിരുന്നു. നാളെ ചൂടെന്നൊക്കെ പറഞ്ഞു വന്നു കഴിഞ്ഞാണ്ടല്ലോ വരെ പരിപാടി നമ്മളങ്ങ് തുടങ്ങുമല്ലോ. അതെ അതെ അതെ. എന്റെ നടക്കുന്നോ ഇങ്ങനെ എന്താടാ ഞാൻ നടക്കണത് നോക്കട, കോമാളിയെ പോലെ നടക്കുന്നതാ ഞാൻ. എടാ നമുക്ക് പറ്റിയൊരു സിറ്റി ഉണ്ടോ? ആരാന്നറിയോ? ആരെ? എസ്തർ. അതാരാ?
എസ്തറിനെ അറിയത്തില്ല എനിക്ക്. ഇല്ല. എടാ അങ്ങനെ കൊച്ചുണ്ട് എസ്തർ. ആ. സിംഗിൾ കൊച്ചാണ്. ഓ. തരി പെൻസിൽ ആഡ് ആക്കാൻ പറ്റിയൊരു കൊച്ച്. ഓക്കെ ആഡ് ആക്കിക്കോ. പക്ഷെ എന്റെ നമ്പർ പറ. ഹെസ്റ്ററാ? ആ എസ്തർ. അത് സിംഗിൾ ഒന്നല്ല. ഓടാ സിംഗിളടാ. എടാ അത് നീലിന്റെ കൂടെ നടക്കണത്. നീലായിട്ടും സെറ്റ് ആയിട്ടില്ല. പക്ഷെ അവള് ഇത്രയും കാലമായിട്ട് സിംഗിൾ ആണ്, മനസ്സിലായോ? നീലിന്റെ കൂടെ നടക്കണ ഹെസ്റ്ററല്ലേ വെള്ളം മുടിയുള്ളത്? ഞാൻ കാര്യം പറ്റേ നമ്മുടെ ഗ്യാങ്ങിൽ കയറി കഴിഞ്ഞാൽ അവള് ഹലോ ഹലോ നമ്മുടെ ഗ്യാങ്ങിൽ കയറി കഴിഞ്ഞാൽ അവള് പിന്നെ ഒരു നീലിനെ കൊണ്ടു നടക്കുന്നില്ല, മനസ്സിലായോ? വേണ്ട വേണ്ട, അവര് തമ്മിൽ എന്തെങ്കിലും ആവട്ടെ, നമ്മളെങ്കിൽ അവരുടെ ജീവിതം ഇതാക്കണ്ട. ഓ അത്രക്കൊക്കെ ആയില്ലടാ ചേച്ചി. അങ്ങനെയല്ലടാ പല വെച്ചാലേ നീല് ഈ ഗ്യാങ്ങിൽ കയറുമ്പോ വലിയ കൊണയടിച്ചതാ. എന്ത് പറഞ്ഞു? അവൻ മറ്റേ സിഗ്മയാണ്, മറ്റേതാണ്. 2 ദിവസം കൊണ്ട് ലേസ്റ്റർ വളച്ച് കയ്യിലടിച്ച് കൊടുത്തില്ല അവന്. കള്ളൻ. അപ്പൊ അവൻ അങ്ങനെ തന്നെ ഇരുന്നോട്ടെ, മനസ്സിലായില്ലേ? കൊച്ചിനെ കൊണ്ടുപോയത് ഇനി ആകെ ഒരു വിശ്വാസം ആസൻസിയോ ഇല്ല. മാൾക്കുട്ടീനെ കൊണ്ടുപോയി. ഇത് കണ്ടിരിക്കാൻ പറ്റുന്നില്ല, വിഷമായി. വിഷമമായ ഇതില്ലാതെ ഇന്നലെ കയറിയ പെണ്ണ്. നിനക്കൊരു വിഷമം നമുക്ക് പെണ്ണ് നമ്മൾ വിചാരിച്ചാൽ നമുക്ക് ഇത്ര ബാഡീസ് പുള്ളിയാന്നറിയോ? ഇനി എവിടെ ബാഡീസ് എന്ന് പറഞ്ഞ നീ? സിറ്റിയിലുള്ള എല്ലാ പെണ്ണുങ്ങളും ഓരോരുത്തന്മാരുടെ ഗേൾഫ്രണ്ട് ആയി. അതെ ബാഡൻസ്. ബാഡൻസ് അല്ല കഴിവുകൾ. പെണ്ണിനെ വളയ്ക്കുന്ന പ്ലെയേഴ്സ്. സത്യല്ലേ? സത്യം. അതാണ് ഇപ്പൊ PvPയുടെ ഫുൾ ഫോം. അപ്പൊ പെണ്ണുകളിൽ വിശ്വസിക്കാൻ പറ്റുന്ന ഒരാൾ ആനാണല്ലേ ചേച്ചി? പക്ഷെ നാളെ ആനും പോവും. അപ്പൊ ആനെ നാളെ ആനൊരു ഗേൾ ബോയ് ഫ്രണ്ട് സെറ്റ് ആകുമ്പോ നമ്മുടെ തരിപ്പൻസിനെ നീ മറക്കരുത്. ഓക്കെ അപ്പൊ സെറ്റ് ആവുന്നല്ല പറഞ്ഞല്ലേ? ഇല്ല നീ അത് ഞാൻ ഒരു കിടിലൊരു പ്ലെയറിനെ പറയട്ടെ. ദർശന 1 വർഷമായിട്ട് വാസോണ്ട് പുറകെ നടക്കും. ഒരു ജന്മത്തിന് സെറ്റ് ആവാൻ പോകുന്നില്ല. ദർശന ഒരിക്കലും നടക്കൂല. തരിപ്പൻസിലെ ബെസ്റ്റ് പ്ലെയർ ആയിരിക്കും. ഞാൻ ഒരു കാര്യം പറയട്ടെ ഉച്ചരി. അതായത് ഇതിന് മുന്നേ സെറ്റ് ആയിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല. ഏത് ബാലൻ? പൊടി പൊടി പൊടി. നീ കൂടായ്പ്. ഇതിന് മുന്നേ സെറ്റ് ആയിട്ടുണ്ട്, പക്ഷെ അതിനുശേഷം പിന്നെ അതായത് സെറ്റ് ആവൂല, മനസ്സിലായി? അതാണ് റൂള്. അതെ അതെ അതെ. അതുകൊണ്ട് നീ അതോർത്ത് ടെൻഷൻ ആവണ്ട. പിന്നെ ഈ ടൈപ്പൻസ് സംസാരിക്കുമ്പോ പുറത്തുള്ള പിഡിയൻസ് സംസാരിക്കണ്ട കേട്ടോ. അതെ ഞാൻ ഒരു കാര്യം പറയട്ടെ മുച്ചിരി. മുച്ചിരിക്ക് തരിപ്പൻസ് കയറണമെങ്കിൽ കയറാം, പക്ഷെ കുറെ പിഡിയൻസിന്റെ കൂടെ പോരുത്. ഓക്കെ പിഡിയൻസ് എന്ന് പറയുന്നത് മറ്റേ ഗേൾഫ്രണ്ട് ഉള്ള ആൾക്കാർ, മനസ്സിലായോ? മോട്ടറാ? എടാ ഈ പിഡിയൻസ് എന്ന് പറയുന്നത് മറ്റേ ഒലിവിയയുടെ പുറകെ ലൈറയുടെ പുറകെ പോകുന്ന ആൾക്കാരുണ്ടല്ലോ, അവരാണ് പിഡിയൻസ്. മുച്ചിരിനെ എനിക്ക് ഫുൾ ട്രസ്റ്റ് ഉണ്ടോ? കാരണം വെച്ച് കഴിഞ്ഞാല് എനിക്കറിയാം മുച്ചിരിനെ. അതുകൊണ്ട് തീർച്ച സിഎംമാരുടെ ഇടയിൽ നീ പോയിട്ട് നശിക്കാണ്ടിരുന്നാ മതിയാണ് മുച്ചിരി, വേറൊന്നുമില്ല. നീ മുച്ചിരി മോട്ടറിയല്ലേ മുച്ചിരി? ആരും ഒരു മുച്ചിരി എന്തെങ്കിലും ഉണ്ടോ? ഞാൻ പോകുന്നുണ്ട് ആര് നോക്കി. എടാ ജോ ഇപ്പൊ വരാന്ന് പറഞ്ഞിട്ട് പിന്നെ കണ്ടുപോകില്ല, ഒന്ന് വിളിക്കട്ടെ. ജോക്കണ്ട ചേട്ടൻ അതേപോലെ ഉണ്ട്. എന്നെ കാണാൻ ഒന്ന് മുതുക്കിലോട്ട് വരുമോ ജോണി മാമ? ഉണ്ടാക്കല്ലേ നമ്മളെ കിട്ടും. ആ പാറയുടെ തൊട്ട് വേഗം വന്ന കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ആര് മറ്റേ ആനെ മാത്രമേ ആഡ് ചെയ്തുള്ളൂ. മന്ദാരത്തിന്റെ കിക്കാണ് ചെയ്തത്. സൂപ്പർ 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 ആയിട്ടുണ്ട് ജോണി മാമ. വേഗം വേഗം. എടാ നമ്മൾ മറ്റേ സാവേജിനെയും മന്ദാരത്തിനെയും കിക്ക് ചെയ്തില്ലേ? ജോണി മാമ വെച്ച് ആഡ് ചെയ്തെന്ന് പറഞ്ഞ് കൺഗ്രാറ്റ്സ് ഇട്ടെന്ന്. ബൈ ലോയലാണ്. അല്ല ബി ലോയലാണല്ലേ? നമ്മുടെ ചോദിക്കാൻ വരാം. ആരാ നമ്മുടെ ആൻഫ്രാങ്കിനെ ചോദ്യം ചെയ്യുന്നത്? ആൻഫ്രാങ്കിനെ ചോദ്യം ചെയ്യുന്നു. അതിനെന്തെങ്കിലും പ്രശ്നം ഉണ്ടോ? പേര് വെച്ച പേര് വേണം. ആൻഫ്രാങ്ക് ആണ്, തരിപ്പൻസിലുള്ള ആൻഫ്രാങ്ക് ആണ്, മനസ്സിലായോ? തരിപ്പൻസ് നമ്മുടെ സ്കോഡ്. പിന്നല്ലാതെ അതങ്ങനെ ചുമ്മാ ഒന്നും കിട്ടത്തില്ല. ആ മനുഷ്യ 100 അല്ലേ 1000 കോടി തന്നാലും ഇതിനകത്ത് കയറാൻ ഇച്ചിരി പാടാ. അതെ അതെ. തരിപ്പൻസ് കയറാൻ താല്പര്യമുണ്ടോ? ഇല്ല. തരിപ്പൻസിൽ കയറാൻ താല്പര്യമുണ്ടോ? താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ താല്പര്യപ്പെടാം.
പക്ഷെ നമ്മളെ സമ്മതിക്കില്ലല്ലോ. താല്പര്യപ്പെടാമല്ലേ പറഞ്ഞത്, താല്പര്യം ഉണ്ടെന്ന് ആ, പറഞ്ഞില്ല. നീ പെടണ്ട. നീ പെടണ്ട കേട്ടോ. നീ ഒരുപാട് പെടണ്ടാക്കട്. ഓക്കെ. ആ, ഓക്കെ, ഓക്കെ. നമ്മൾ ഇതുവരെ ഫസ്റ്റ് ഇൻവിറ്റേഷൻ വരെ ആൻഡ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ അല്ലേ? ഇൻവേ അതെ, അങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്തത് ആന്റിയാണ്. കാരണം ആന്റ് ആ ഒരു ഓറ 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 ആ ഒരുപാടൊന്നുമില്ല എന്നാലും ശരി. ആ. ഒരുപാടൊന്നും 1% എടാടി എന്താ ഗോകുലം പറ്റി? ഇതൊന്നും ഒരു പ്രശ്നമായിട്ടാ. കുഴപ്പമില്ല. എന്തായാലും നമ്മുടെ പരിപ്പൻസുള്ള ഡാൻസ് കളിച്ചാണ് കാണട്ടെ. ആ ഡാൻസ് ഞാൻ വിളിച്ചുതരാം. അതൊക്കെ ഞാൻ വിളിച്ചുതരാം. ആ മാറണം. പാട്ട് ഡാൻസ് കളിക്കണം. ഇല്ല, അതില്ല. ഇതാണോ ഡാൻസ്? പാട്ട് പാടി ഡാൻസ് കാണിച്ചു കൊടുക്കട്ടാ. തരിപ്പ് ഡാൻസ് ഏതാണ്? ആ കാണിച്ചു വിടറാ. ഡേയ് പെണ്ണുമ്പളെ ഇത് നോക്ക്. ഇതാണ് ഡാൻസ്. ആ കാണിച്ചു വിടറാ. നോക്ക്. ഈ ഡാൻസ് ഒക്കെ കളിക്കാൻ പറ്റുവാണെങ്കിൽ തരിപ്പിച്ച് നിന്നാ മതി. മനസ്സിലാടി? ഇതൊക്കെയാണ് ഡാൻസ്. മനസ്സിലായ? ഇതെന്ത് ഇറ്റാച്ചി കളിച്ച ഡാൻസ് കളിക്കടി. ഇത് ഡാൻസ് ആണ്. അതാണ് തരിപ്പൻസിന്റെ ഡാൻസ്. ഡാൻസ് കളിക്കാൻ അറിഞ്ഞൂടാ. അന്നാ കുഴപ്പമില്ല. അന്നാ ഒരു ഡാൻസ് കളിക്കുന്ന ഒരു പാട്ട് കിട്ടു കാണട്ടെ. തരിപ്പൻസിന്റെ ഒരു പവർ ഉണ്ടോ നോക്കട്ടെ. വേഗം ഒരു പാട്ടും പാടി നീ. വിട്രോ എന്ത് പൈസ വിട്രോ ചെയ്തോ നീ? ഇതെന്താ പറയും? പാട്ട് പാടാൻ പറ്റുമോ നിനക്ക്? ഏത് പാട്ട് വേണം? നിനക്ക് അറിയുന്ന ഒരു പാട്ട് പാടി. ആ നീ ഒരു അറിയാവുന്ന ഒരു പാട്ടും പാടി കേക്കട്ടെ. ഏത് വേണം? ഒന്ന് വരാമോ? ഒരാൾ എന്തിനാണ്? ഒരു dance കളിക്കാനായിരുന്നു. ആ വാ നീ വന്നേ. ആ പറ. ഒന്ന് ചാടുവോ? ഓടി ക്ഷീണിച്ച. ആ പറ. പോലും ഇല്ലാതെ നിങ്ങൾ വിളിച്ചപ്പോൾ സൂര്യനാരായണല്ലേ? അതെ സൂര്യനാരായണ. അത് തന്നെ ആ പറഞ്ഞു. സൂര്യനാരായണ എനിക്ക് സഹായം വേണം, അത് ചോദിക്കാം. ആ പറ സഹായം എന്താ? സംഭവം ഇത്രേ ഉള്ളൂ. ആ. എന്നോട് ഒരാൾ പറഞ്ഞു, ഈ കൂട്ടത്തിൽ നിൽക്കുന്ന ഒരാള് ഉം. മറ്റേ ബുക്ക് കൊടുക്കുന്നുണ്ടെന്ന്. എന്ത് ബുക്ക്? ഉണ്ടാ ആ ആ. സൂര്യനാരായണ ആണോ? ഞാനൊന്നുമില്ല. നമുക്ക് ഈ പരിപാടി ഒന്നും വെച്ചു. ഞാനാണെങ്കിൽ ബൾക്കിന് എടുത്തിട്ട് ഷോപ്പ് ഇടാനാണ് എന്റെ പ്ലാൻ. ചേച്ചി പറഞ്ഞോട്ടോ. ബ്ലൂ മറ്റേ സാധനം തുണ്ട് നോക്ക്. കമ്പി. ആ കുട്ടി അയ്യോ ഉണ്ടോ? എനിക്ക് നാളെ എനിക്കും തരാം കുറച്ച്. അയ്യോ അതല്ല മനസ്സിലായി. ഇതിനെന്ത് പറയണം റേഡിയോയില്? ഒരുത്തനാണ് അതെന്നാണ് ഞാൻ അറിഞ്ഞത്. എന്നിട്ട് ആ ഒരു ആളെ കണ്ടുപിടിക്കണം. അപ്പൊ നിങ്ങൾ ആ തരിപ്പൻസ് അത്ര ചീപ്പാണെന്നാണ് നീ വിചാരിച്ചേക്കുന്നത്? പീപ്പിൾസിന്റെ അടുത്ത് പോയി ചോദിക്കണം. അത് പിടിയാൻ സാവേജ് മന്ദാരം എന്ന് രണ്ടുപേരുണ്ട്. അവന്മാരാണ് ഈ പരിപാടി നടത്തുന്നത്. നമ്മൾ ഈ പരിപാടി നടത്തുള്ളൂ വെച്ചു. നിന്നെ അന്വേഷിച്ച ഒരു പയ്യൻ ഇവിടെ മുതുകിൽ നിൽക്കുന്നു. ആരാണ്? എന്നോട് പേരെന്താ? പേരെന്താ? ആരാണെന്ന് അറിഞ്ഞാൽ എടുത്തോളാം. ബുദ്ധിക്കോട്ട് വാ സൊണ്ണേ. ആരാണ്? മുതുകിൽ തിരിച്ച് വന്നാ ഇവിടെ. എന്ത് പേരാണ്? എന്ത്? ശശി, ശശി. ഇതാരാ? ശശി, ഏത് ശശി? ഞാൻ എത്തിയല്ലോ. ഹലോ ഇതാരാ? ഹലോ മനസ്സിലാവുന്നില്ലേ പോലെ ഇതാരാണ്? ഹലോ ബാല അല്ല, ആ ഹലോ ഇതാരാ? നിന്റെ. ചങ്കിലാണ് കത്തി കയറ്റുന്നത്, അറിയോ? ചങ്കില ചന്തിയിൽ കത്തി വെക്കുന്നു. ഇതാ ചന്തിലല്ലോ, ചങ്കിൽ. ആ ഇതാരാ മനസ്സിലായില്ല. ഇറ്റാച്ചി തന്താ ഇവന് ഓർമ്മക്കുറവല്ലോ. ഇതെന്താ? എടാ ചേച്ചി ഇതാരാടാ? ഇത് നമ്മ മാമൻ. ആ നമ്മുടെ മാമൻ ജോയാണോ അത്? ആ, അതെന്താ ഇങ്ങനെയൊക്കെ ചോദിക്കുന്ന ഇറ്റാച്ചി ഇവൻ? അല്ല അങ്ങനെയൊക്കെ ആണെങ്കിലേ നമ്മുടെ കൂടെ വല്ലപ്പോഴൊക്കെ നിൽക്കണം. മനസ്സിലായോ? എങ്കിലേ നമുക്ക് ഓർമ്മ കിട്ടത്തുള്ളൂ. മനസ്സിലായോ? നീ പറഞ്ഞു കൊടുക്കണം. ഞാൻ അവിടെ കിതച്ച് ആ, കിതച്ച് വരുന്നു. അതെ നമ്മൾ കണ്ട് ഇവിടുന്ന് ഓടി ഇവിടെ വരെ എത്തിയപ്പോഴേക്കും കിതച്ചണം. അല്ല ഞാൻ അങ്ങൂന്നാ ഓടി, ഞാൻ അങ്ങൂന്നാ. പ്രായം കുറെ എത്തിച്ച് അപ്പൊ കിതയ്ക്കും. നമ്മളെയൊക്കെ കളിയാക്കടാ, അധികം കാലം ഒന്നും ഇല്ല. ആ. കാണാൻ വേണ്ടി ഞാൻ ഓടി എത്തി. ഓ പിന്നെ 2 മണിക്കൂറായി വിളിച്ചിട്ട്. ഇപ്പോഴാണ് വരുന്നത് കിതച്ചെന്ന്. സത്യം പറ, ഏത് വെച്ചിട്ട് പോയി. അത് പറ ഏത് വെച്ചിട്ടുണ്ടായിരുന്നു? തരിപ്പൻസ് ഒന്നും നിങ്ങൾ അറിയാതെ ഒരു പെണ്ണിന്റെ കൂടെ പോകത്തില്ല. അതിപ്പോ നമ്മൾ അറിയോ? എന്റെ ഒരു അഭിപ്രായം വെച്ചിട്ട് നിങ്ങൾ 2 പെമ്പിളാരെങ്കിലും കൊണ്ടുവരാന്ന് വിചാരിച്ചു. ഇതിപ്പോ ആരും ഇല്ലല്ലോ അതിന്. യോ എടാ നമ്മളിങ്ങനെ അങ്ങനെയാണോ? അല്ല ഞാൻ നിങ്ങളെ കാണാൻ വേണ്ടി ഓടി എത്തിയപ്പോ പെണ്ണുങ്ങളെ മതിയില്ല അതിന്. അല്ലെങ്കിലും അങ്ങനെയാണ് ചേച്ചി. ചില ബന്ധങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സഹോദരങ്ങൾ പറഞ്ഞിട്ട് ഓടി കളിച്ച് വന്നാലും കിതപ്പിന് വിലയില്ല, അറിയോ? പിന്നെ കഥപ്പിനില്ലോ കല്യാണം തിരിച്ചു. കഥപ്പിനൊക്കെ കല്യാണം എടുക്കേണ്ട ആവശ്യമുണ്ടോ? തിരിച്ചു. ആ എനിക്ക് ഛേ, ആ സാവേജ് മെസ്സേജ് ഇരിക്കണം. ഗെറ്റ് ഔട്ട് ഓഫ് തരിപ്പിച്ച് എന്ന് പറഞ്ഞിട്ട്. പുറത്തിറങ്ങിയിട്ട് അതിന് അവനെ എന്നെ കിക്ക് ചെയ്തില്ലടാ. ഐശു വണ്ടി എടുത്താലും നമ്മൾ പീടിപ്പോട്ട് വരാം. ഐശു വല വരാതെ. ആ എടാ സാവേജ് നിന്നെ തരിപ്പൻസിന്ന് കിക്ക് ചെയ്തു. മനസ്സിലായോ? അപ്പൊ നീ 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 മറ്റേ ആനെ വിളിച്ചിട്ട് കിക്ക് ആക്കണ്ട പറയേണ്ട ആവശ്യമില്ല. മനസ്സിലാടാ? മനസ്സിലാടാ? നിന്നെയൊക്കെ കിക്ക് ചെയ്ത് കേട്ടടാ. കേട്ടടാ? പെണ്ണിന്റെ പുറകെ പോകുന്ന ഒരുത്തനും തരിപ്പൻസിലില്ല. മനസ്സിലായോ? എനിക്കൊരു ഗേൾഫ്രണ്ട് ഇല്ലടാ. നീയാണ് ലിവയുടെ പുറകെ പോകുന്നത്. മനസ്സിലാടാ? നീയാണ് പെൺ. അല്ല ഓക്കെ അങ്ങനെയാണെങ്കിൽ നീ മറ്റേ ഒലിവായിട്ട് പുറകെ പോടാ. ഓക്കെ അങ്ങനെയാണെങ്കിൽ ഓക്കെ. എന്നാ പിന്നെ പോടാ അവിടെ നിന്ന്. തരിപ്പൻസ് എന്ന് പറഞ്ഞാലേ തരിപ്പൻസിന് ഒരു വില ഉണ്ടാ വെച്ചു. കണ്ട പെമ്പിള്ളാരുടെ പുറകെ ഒലിപ്പിച്ച് നടക്കുന്നവന്മാരെയൊന്നും നമ്മൾ തരിപ്പൻസ് കേട്ടില്ല. മനസ്സിലാടാ? ആ എവിടെ കമ്മിറ്റഡ്? ആൻ എവിടെ കമ്മിറ്റഡ്? അത് നമ്മൾ നോക്കിയിട്ടാ. നിന്നെപ്പോലെ മറ്റേ ഒലിപ്പിച്ച് നടക്കുന്നവരൊന്നും ഒരു തരിപ്പൻസ് എടുക്കൂടാ. കൊണ്ടു കേട്ടോ സാവേജ് കൊണ്ടേ ഫീൽ ആയേ. ആ മെസ്സേജ് അയച്ചിരിക്കുന്നതാണ് ആന്. ഗെറ്റ് ഔട്ട് ഓഫ് തരിപ്പിച്ച് എന്ന് പറഞ്ഞിട്ട്. ആ നീ ആന്റെ മെസ്സേജ് ഒക്കെ അയക്കോടാ സാവേജ്. സാവേജടാ നീ ആറാ തരിപ്പൻസിന്റെ ഓണറാ മെസ്സേജ് അയക്കാൻ. നീ പീഡിയൻ, മനസ്സിലായോ? നീ അവിടെ ആ ഇവിടെ ഉണ്ടാക്കാൻ വരണ്ട.
നീ പിടിയൻ മനസ്സിലാടാ, നീ പിടിയൻ കേട്ടാ. നീ വേറെ തുടങ്ങിയ പക്ഷെ തരിപ്പൻസ് തൊട്ട് തുടങ്ങണ്ട കേട്ടാ. തരിപ്പൻസ് അല്ലല്ല, നീയൊക്കെ ഇറങ്ങിയപ്പോ തന്നെ തരിപ്പൻസിന്റെ വില കൂടി. അത്രയുള്ള മുച്ചിരി പറഞ്ഞു കൊടുക്കണ മുച്ചിരി. അത്രയുള്ള മുച്ചിരി പറഞ്ഞു കൊടുക്കടാ. കണ്ട പെമ്പിള്ളാരുടെ പുറകെ പോന്നമാരെ ഒന്നും ചരിപ്പച്ചെടുക്കൂല കേട്ടാ. നമ്മുടെ പിടിയന്മാര് പിന്നല്ല മുച്ചിരി ഒരു തുറപ്പിച്ചിട്ടാണ് കേട്ടോ നമ്മുടെ. അതെ അതെ, മുച്ചിരി തന്നെ വിടല്. അതെ അതെ അതെ. വേണ്ട വാങ്ങിച്ചോട്ടെ. ഷർവാണിട്ടാ വളച്ചിട്ടെടുക്കല്ലേ നീ. ഇത് ഈ ആനെന്ന് പറയുന്നത് നമ്മുടെ കൂട്ടത്തിലുള്ള തരിപ്പൻസിലുള്ള കൊച്ചാണ്, മനസ്സിലായ? തരിപ്പൻസിലുള്ള കൊച്ചെന്ന് പറഞ്ഞാൽ സിംഗിൾ, എല്ലാരും സിംഗിൾ ആയിരിക്കും. അടിയാ എനിക്ക് തിരിച്ചു തരുമോ? ഞാൻ യൂസ് ചെയ്തോട്ടെ, ഗീവ് ആയി പോയി. തിരിച്ചെന്ന് കിട്ടി. തറവാട്ടി പിറന്ന ഒരു പെങ്കൊച്ചി സിറ്റിയിലുള്ളു. തറവാട്ടി പറഞ്ഞ ഒരു പെങ്കൊച്ചി സിറ്റിയിലുള്ളു, മനസ്സിലായ? വേറെ ആരുമില്ല. അതിന് ടാറ്റ എന്തിനാടാ? 3 കൊല്ലം കഴിഞ്ഞ എന്റെ മോന് 18 വയസ്സാ. പിന്നെ പറയും 18 വയസ്സുള്ള മുതക്ക് കാളുള്ളവൻ എവിടുന്ന് പെണ്ണ് എന്ന് ചോദിക്കും. അല്ല ഇപ്പൊ മോനെ എത്ര വയസ്സാ? 30 വയസ്സാ. 15 വയസ്സ്. അപ്പം പറ്റൂല. ആൻ എന്നൊക്കെ പറയുന്നല്ലേ? ഒന്ന് കെട്ടിയതാണ് അല്ലേ? ഇല്ലല്ല, അങ്ങനെ ഒരാള് നമ്മള് ആനിനെ കൊടുക്കൂല. ആ കൊടുക്കൂല മച്ചു, കൊടുക്കൂല. ആൻ എന്നൊക്കെ പറഞ്ഞ പ്യുവർ ജമ്മാണ്. ഷാജിയിലൊരു ഇതില്ല. ആൻ കമോൺ, ഇറ്റാച്ചി കമോൺ. കണ്ടല്ലോ. അതെ, അതിനുള്ള നമ്മൾ കൊടുത്തിട്ടുണ്ട് സാവേജിന്, മനസ്സിലായ? പക്ഷെ ഇന്ന് മുതൽ ആൻ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മള് കാണും കൂടെ, മനസ്സിലായ? എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ പറഞ്ഞാൽ മതി, മനസ്സിലായ? നമ്മൾ നമ്മുടെ സർക്കിളാണ്, പിന്നല്ലാതെ തൊലച്ച് നശിപ്പിക്കത്തില്ല അവനെ. സാവേജിന് വിട്ടു കൊടുക്കണോ? അവനിപ്പോ ഒരുങ്ങിയില്ലടാ, പിന്നെ എന്തിനാണ്? അതെ, ആൻ ഹാപ്പി അല്ലേ നമ്മുടെ കൂടെ കൂടിയതിൽ? എന്തോ ഒരു വിഷമം പോലെ. ഹാപ്പി അല്ലേ? ഹാപ്പി അല്ലെങ്കിൽ അത് പറ. സൂപ്പർ ഇൻസ്റ്റാഗ്രാമില്ലേ? ഇൻസ്റ്റാഗ്രാമില്ലേ? ഒരു ഇൻസ്റ്റാഗ്രാം ഉണ്ടാക്കുക, എന്നിട്ട് എന്നെ ഫോളോ ചെയ്ത വേഗം. ഫോളോവേഴ്സ് ആരാണ്? ഇറ്റാച്ചി ആരാണ്? പേരെങ്ങനെ? ഇല്ല, സോറി, യു ആർ ഡിസ്ക്വാളിഫൈഡ്. ഇല്ല, മീര ഈസ് ഡിസ്ക്വാളിഫൈഡ്. സ്പോട്ട് ഡിസ്ക്വാളിഫൈഡ് ആണ്. ഇല്ല താല്പര്യമില്ല. മീരന് താല്പര്യമില്ല നമുക്ക്. ആനെ പോലെ ആണ് ആനയെ മീരയ്ക്ക് അല്ലേ? പിന്നെ അല്ലാതെ ഇത് നമ്മുടെ തരിപ്പിയാണ്. തരിപ്പൻസിൽ ആ ഒരു പെൺകൊച്ചുള്ളൂ ഇപ്പൊ. അതെ, ഒറ്റൊരാൾ, ഇനി ഒരാളും ഇല്ല. പുള്ളിക്കാരി സിംഗിൾ ആണ്. പക്ഷെ കമ്മിറ്റഡ് ആയി കഴിഞ്ഞാൽ അപ്പൊ തന്നെ ഇറങ്ങിക്കോണേ. അതില്ലാതെ അരമണിക്കൂറോളം അന്നത്തെ പോലെ ഒരു ടോർച്ചർ റൂമിൽ കേറ്റിട്ട് ഊക്കി വരും. പക്ഷെ തരിപ്പൻസിലെ ഒരു തുറുപ്പിച്ചീട്ടെന്ന് പറയുന്നത് മുച്ചിരിയാടാ. അതെ, തുറുപ്പിച്ചീട്ടെന്ന് മെയിൻ പയ്യൻ, അത് നമ്മുടെ മുച്ചിരിയാണ്. അങ്ങനെ നമ്മൾ പറഞ്ഞില്ല കേട്ടാ. അത് നമ്മൾ നോക്കിക്കോളാം. നമ്മൾ പറഞ്ഞതേ ഉള്ളൂ നീ മെയിൻ ആണ്. നീ അങ്ങ് ബാക്കിയുള്ളവരെ ഇതാക്കേണ്ട ആവശ്യമില്ല കേട്ടാ. ഇല്ലല്ലോ, ആനൊക്കെ വേറെ, ആനൊക്കെ നമ്മുടെ ആള്.
മനസ്സിലായല്ലോ നമ്മുടെ ഇടയിൽ മാത്രമേ നീ അതായത് നമ്മൾ തമ്മിലൊക്കെ ഊക്കാം മനസ്സിലായി നീ പെണ്ണ് നോക്കിയാലും ഞാൻ നിന്നെ എന്ത് രസമില്ലാത്ത എന്താടാ രസമില്ലാത്ത എന്താ പറഞ്ഞിട്ടാ പണിയെടുത്താലോ മലയാളം സീലുണ്ട് ഞാൻ സീ ആണ് എടുത്ത എടാ നിന്നെ പോലെ മറ്റേ ഗ്യാങ് മെമ്പേഴ്സിനെ ഒഴിവാക്കിയിട്ട് പെണ്ണിന്റെ പുറകെ പോകുന്ന പരിപാടി നമുക്കില്ല കേട്ടോടാ സാവേജ് ഗ്യാങ് മെമ്പേഴ്സിനെ ഒഴിവാക്കിയിട്ട് പെണ്ണിന്റെ പുറകെ പോകുന്ന പരിപാടി നമുക്കില്ല ഓക്കെ ബൈ ഞാൻ കാര്യം പറയട്ടെ ഞാൻ ഗാങ്ങിലുള്ള എല്ലാരും ഇവിടെ നിൽക്കുക നമ്മൾ ഒരുമിച്ചാണ് അവരുടെ വെറും പിടിയൻ റിപ്ലൈ പോലും ഇല്ല സാവേജേ എവിടാ നീ എവിടാന്ന് പറഞ്ഞു നമ്മളങ്ങോട്ട് വരാം എല്ലാം പോണ കണ്ട പെമ്പിള്ളാരോടെ ഒലിപ്പിച്ച എന്നാ പിന്നെ പെമ്പിള്ളാരോടെ ഒലിപ്പിച്ച് നടക്കണം നമ്മുടെ ഗ്യാങ് മെമ്പേഴ്സിനെ ഒഴിവാക്കിയിട്ട് നിനക്ക് നടക്കാനാണെങ്കിൽ അങ്ങനെ നടന്നോ നീ എടാ എന്തൊരു സ്വഭാവമാണ് സാവേജ് എന്നാ നീ എവിടാന്ന് പറയടാ സാവേജ് ഒന്ന് ശരിയായി പെണ്ണ് പിടിയാൻ തന്നെ എവിടാന്ന് പറയാൻ പറ്റും അല്ലെങ്കിൽ നമ്മള് നമ്മള് വിട്ടേക്കാം കുഴപ്പമില്ല സാവേജ് നിനക്ക് പറയാൻ പറ്റുമോ അറിയാൻ പറ്റാന്ന് ജെട്ടി ബിൽഡിംഗ് ഉണ്ടെന്നാണ് പറഞ്ഞത് ജെട്ടി ബിൽഡിംഗ് വേണ്ട എനിക്ക് 4 പേര് ഇരിക്കുന്നില്ല അവർ താങ്ക് യു സോ മച്ച് വേണ്ട വിട്ടേക്ക് അത്രേ ഉള്ളു വണ്ടി എനിക്ക് വണ്ടിയില്ല ലോല വണ്ടി എടുത്ത എന്തേലും എങ്ങനെയും നടന്നാലും പോവാം അതാണ് ഇപ്പോഴത്തെ അവസ്ഥ കുഴപ്പമില്ല അങ്ങത്തെ ഇങ്ങനെങ്കിലും അങ്ങത്തെ കളിയാ അതെ താങ്ക് യു ഫോർ ദ വാല്യുബിൾ മെറ്റ വിട് ഈ വണ്ടിയുടെ ഇറങ്ങി പോടാ നായേ ഇറങ്ങി പോടാ വീട്ടിൽ കിട്ടൂടാ എനിക്ക് വീടും കിട്ടണത് ആരാടാ ഇവനൊക്കെ ഞാൻ വെടിച്ച കൊല്ലട്ടെ അവനെ ഇത് വണ്ടി എടുത്തോ ഈ വീഡിയോ കിട്ടൂല അവൻ ഗ്യാങ് ആണെന്നുള്ള വാറടിക്കാൻ വരെ പറ അവനകത്തുണ്ട് ഇപ്പഴും അവനകത്താണല്ലോടാ ഹലോ ഡുണ്ടു പറ ഞാൻ ജെട്ടിയില്ല എന്തുറ്റി ജെട്ടിയിലാണെന്നാ എന്തൊക്കെയാ പറയുന്നത് ഞാൻ വിളിക്കാം ആനല്ലേടാ അത് എന്താ ടാക്സി ആയിരുന്നോ ടാക്സി കൂടെ വരുന്നില്ലേ അയ്യേ എന്താ സാവേജിന്റെ ഓടുള്ള റെസ്പെക്ട് വിശ്വസിക്കാൻ പറ്റില്ല അതെ ഇപ്പൊ സാവേജിന്റെ കൂടെ പറയാണ്ട് പോലും മനസ്സിലായി ചോദിക്കാണ്ടിരിക്കുന്നു വേണ്ട ഇനി ഊക്ക് തന്നെ ഊക്ക് തുടങ്ങിയാലോ നിർത്തി ഊക്കും അത്രേ ഉള്ളൂ അത് തുടങ്ങാം കൂട്ടത്തിൽ വന്നവനെ ഒരുത്തൻ ചത്ത് വീണിട്ട് നീയൊക്കെ മൈൻഡെങ്കിലും ചെയ്യടാ കുഴപ്പമില്ല വരും പരിപ്പച്ചല്ലേ എല്ലായിടത്തും വരും നമ്മള് തരിപ്പൻസിന്ന് തന്നെ കിക്ക് ചെയ്തേക്കോണേ കിക്ക് ചെയ്തിട്ടുണ്ട് കണ്ട പെണ്ണുപിടിയന്മാരുടെ കൂടെ പോകുന്നതിന് നമ്മൾ കിക്ക് ചെയ്തിട്ടുണ്ട് ഇനി അളിയ അനൗൺസ്മെന്റ് സാവേജിന് വോയിസില്ല മിണ്ടായിരടാ പെണ്ണുപിടിയാ ഏത് ചേട്ടൻ അല്ലല്ല നമ്മുടെ കൂടെ നിന്ന ടൈമില് പറയാണ്ട് ഒരു പോക്കിന് പോയി പക്ഷെ നേരെ വെച്ച് മുച്ചിരി എന്താ ചെയ്തറിയോ ഞാൻ ഞാൻ പോവാണെന്ന് പറഞ്ഞിട്ടാണ് പോയത് അതെ മീര ഓക്കെ തരിപ്പൻസി കിക്ക് ചെയ്തടാ വിളിച്ചാൽ ഞങ്ങൾ പോവാണല്ലേ
ഇവിടെ അല്ലായിരുന്നു ഇവിടെ ആയിരുന്നു. ആ ഞാൻ വിളിച്ചെടുത്തൊരു സാഹചര്യം. എത്ര നേരമായി ഇവിടെ? ഒരു ഞാൻ പറഞ്ഞത് ഞാൻ 4 പേര് ഇവിടെ ഇരുന്ന് സാവേജിനെ വിളിച്ചു വരുത്തില്ല. കാരണം സാവേജ് ഗ്രേറ്റ് ചെയ്തോണ്ട് ഈ മീരയ്ക്ക് കാണണം പറഞ്ഞു. മീരയ്ക്ക് കാണണോ? മീരയും സാവേജും തമ്മിൽ എന്താ ബന്ധം? ഈ പെങ്ങള് കണ്ണി കണ്ട ചെറുക്കന്മാരുടെ കൂടെ ഒട്ടിപ്പിരിച്ച് നടക്കുമ്പോ എനിക്ക് ദേഷ്യം വരുമോ ഇല്ലയോ? ഏത് ചെറുക്കന്മാരാ? ആര്? ഈ സാവേജ് അറിയാം ഇവര് ചെറുക്കൻ കണ്ണി കണ്ട ചെറുക്കന്മാരാന്ന് അറിയാം. അടി അടി അടി. നമ്മുടെ സാവേജ് പറയും, നീ പറയണ്ട കേട്ടോ. അതെ 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 അതെ. ആ പിന്നല്ലാതെ നമ്മള് പലതും പറയും, അവനെ പറ്റി പലതും പറയും. അന്നും പറഞ്ഞ് ആ ഇവൻ തരിപ്പൻസിന് ഉണ്ടായിരുന്നുള്ളൂ. അതെ അതെ അതെ. കണ്ട പെമ്പിള്ളാര് നമ്മുടെ പയ്യനെ പറ്റി പറയേണ്ട ആവശ്യമൊന്നുമില്ല. ആ തരിപ്പൻസിന് കയറാൻ പറഞ്ഞിട്ട് നിന്നെ ഊക്കി വിട്ടോ? അതെ അതെ അതെ. എന്താ ഇവിടെ റോള്? അങ്ങനെ ഒരുത്തി നമ്മുടെ പയ്യന്മാരെ പറയേണ്ട ആവശ്യമില്ല, മനസ്സിലായോ? നമ്മള് പറയും, നമ്മള് പലതും പറയും, അവനെ പറ്റി പല അപരാധം പറയും. എന്നും പറഞ്ഞ് കണ്ട പെമ്പിള്ളാരൊന്നും അവനെ പറ്റി പറയേണ്ട ആവശ്യമില്ല. സത്യം. ആ നമ്മൾ ജീവിക്കണം. ഒരു മിനിറ്റ് ഇവിടെ പറയേണ്ടത് അവരെ കണ്ടൊരു പൂവാലിനെ കണ്ടു. ആ സാവേജ് ഒരു പിടിയനെ അല്ലല്ല സാവേജ് സാവേജ് ചെന്നടാ. സംഭവം നീ ഒരു കുണ്ണയാണെങ്കിലും നിന്നെ പറ്റി കുണ്ണത്തരം പറയണത് നമ്മൾ കണ്ടോണ്ടിരിക്കോടാ. ആ അത് നമ്മൾ നിൽക്കൂലടാ. അത് നമ്മള് നിനക്ക് തരുന്ന വാല്യൂ ആണ്. നീ നമുക്ക് ആ ഒരു വാല്യൂ തന്നില്ലെങ്കിലും ഞാൻ നിനക്ക് ഞങ്ങൾ കരിപ്പൻസാർക്ക് വാല്യൂ നിങ്ങൾക്ക് തരൂടാ, മനസ്സിലായോ? കണ്ട പെമ്പിള്ളാര് നിന്നെ പറ്റി അവരാന്ന് പറയാൻ നമ്മൾ തിരിച്ചു പറയടാ. അത് നീ പറയണ്ട. എന്നിട്ടാണ് ഒലിവിയ വിളിച്ചത്. നിങ്ങൾ ചേച്ചി എനിക്കത് പിടിച്ചില്ല കേട്ടോ. അവള് സാവേജിനെ പറ്റി പറഞ്ഞു, എനിക്ക് അങ്ങോട്ട് പിടിച്ചില്ല. ആ കണ്ട ചെക്കന്മാര് അവള് പറഞ്ഞോ ഒലിപ്പിച്ച് നിൽക്കുമായിരുന്നു. ആ സാവേജ് ഒലിപ്പിച്ചൊക്കെ നിൽക്കും, പക്ഷെ അതൊക്കെ ഫൈറ്റ് ഫൈൻ. നീ ഒലിപ്പിച്ച് നിന്നോ, അത് പക്ഷെ നമ്മൾ കളിയാക്കും. പക്ഷെ കണ്ട പെമ്പിള്ളാരെ നീ ഒലിപ്പിച്ചേക്കാന്ന് പറഞ്ഞാൽ എനിക്ക് പിടിക്കാൻ പറ്റില്ല വെച്ചു. ആ ഇത് അങ്ങനെ പറയേണ്ട ആവശ്യമൊന്നുമില്ല. സംഭവം നിന്നെ നമ്മള് തരിപ്പൻസിന്റെ കിക്കാണെങ്കിലും സ്റ്റിൽ യുവർ തരിപ്പൻ ബ്രോ. അതെ, പക്ഷെ നീ തരിപ്പൻസ് കേറിയിട്ടില്ല. നീ സ്വപ്നം കണ്ടത് നമുക്ക് സ്വപ്നം കാണട്ടെ. നിങ്ങളുടെ നമ്മ പുതിയ തുടങ്ങിക്കോളാം. പുതിയത് തുടങ്ങിക്കോളാം. ആരാന്നാ? മിക്കവാറും നമ്മള് കിക്ക് ചെയ്യാനുള്ള ഒരു പരിപാടിയിലാണ്. ഉടായിപ്പാണ്, മനസ്സിലായോ? ചേച്ചിയെ വിശ്വസിക്കാൻ കൊള്ളൂല. വിശ്വസിക്കാൻ പറ്റത്തില്ല. അതെ നമ്മുടെ ട്രസ്റ്റ് ഇഷ്യൂ. അതെ അതെ. ഇതിപ്പം ആന് മറ്റേ സാവേജുമായിട്ട് റിലേഷൻ പോലെ മിനിറ്റ്സുകളുടെ ബന്ധങ്ങളെ നമ്മളുമായിട്ടും ഉള്ളൂ, മനസ്സിലായോ? നമ്മുടെ തരിപ്പൻസുമായിട്ട് ആ മിനിറ്റ്സിന്റെ ബന്ധങ്ങളെ ഉള്ളൂ, മനസ്സിലായോ? വേണ്ട പോയിട്ട് വരുമെന്ന് വേണ്ട, നീ പൊക്കോ, അത് മതി. വരണ്ട നിന്നോടുള്ള വിശ്വാസം പോയാനെ. വിശ്വാസം പോയി, അഭിമാനം പോയി. അതെ വിട്. അതെ പഴയ അതേ സ്വഭാവം നമ്മൾ തിരിച്ചെടുക്കണേ. ഒന്നും ചെയ്തില്ലല്ലോ മോളെ നീ. എന്താ കേട്ടത്? എനിക്ക് മനസ്സിലായി ഉദ്ദേശിച്ചത്. ആ മീര, നമ്മുടെ സാവേജിനെ പറ്റി ഇനി അപരാധം വല്ലതും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നിന്നെ അടിക്കാൻ കൊല്ലും കേട്ടല്ലോ. ഉള്ള കാര്യം ഞാൻ പറയാം. ആ നമ്മൾ ഓൾറെഡി അലമ്പാണ് കുറച്ച്. അതിപ്പോ ആരും പറയേണ്ട ആവശ്യമൊന്നുമില്ല. ആര്? ഞാന് മീര. അല്ല മീരയുടെ ലവ് ആരാണ്? പെണ്ണുപിള്ള സാവേജിനെ അടിച്ചോണ്ടല്ലോ. ആ അയ്യോ അളിയാ, ഞാൻ ഈ പെണ്ണിച്ച താഴെ പോകും. എവിടെ പോവാ? മീര അവിടെ നിക്ക്. വേണ്ട മീര അവിടെ നിക്ക്, സംസാരിക്കണം കുറച്ച്. ഒരാളെ ഒരിക്കലും സ്നേഹിക്കാൻ പറ്റത്തുള്ളൂ. 2-3 തവണ എനിക്ക് പറ്റിയ തെറ്റ് വേറെ പിള്ളേർക്ക് പറ്റാൻ പാടില്ല എന്നല്ല ഞാൻ ആഗ്രഹിക്കുന്നത്. അതാരെയാണ് സ്നേഹിച്ചത്? ഈ സാവേജ് എന്റെ ഒരു അനിയനെ പോലെ അല്ലേടാ. സാവേജിനാണോ സ്നേഹിച്ചത്? അല്ല മീര, സംഭവം കച്ചറയാണെങ്കിലും ഇവൻ ആ കേസിലൊക്കെ ഇവൻ ക്ലീൻ ആണ്, മനസ്സിലായോ? അപ്പൊ നീ അത് പിന്നെ കച്ചറയാണെന്നൊന്നും പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ എന്തും പറയും. നിന്റെ അനിയനോ? നമ്മുടെ അനിയൻ. നീ ഏത് ബന്ധത്തിലാണ് നിന്റെ അനിയൻ അതൊന്ന് പറഞ്ഞത്? നമ്മുടെ അനിയൻ, മനസ്സിലായ? ആ പിന്നല്ല, നമ്മുടെ അനിയനെ നീ അങ്ങ് ദത്തെടുത്താ? പിന്നെ എടുത്തില്ലാന്ന് മാത്രം പറയരുത് സാവേജ്. ഓഹോ അങ്ങനെയൊക്കെ ആയല്ലേ കാശിന്റെ കണക്കൊക്കെ പറയുന്നത്. അല്ല എനിവേ എന്തായാലും ആവട്ടെ. മീരയുടെ ബോയ് ഫ്രണ്ട് ആരാണ്? എക്സ് ബോയ് ഫ്രണ്ട് ഈ പറഞ്ഞ കേസ് ആരാണ്?
അതൊക്കെ പോയി അതൊക്കെ പോയി. ഇതാരെങ്കിലും ഡെഡ് ബോഡി ഉണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുവരാൻ വണ്ടി ഹോസ്പിറ്റലിൽ പോണം. വണ്ടി ഇവിടുന്ന് തെറിച്ചു പോയി. അയ്യോ അതൊന്നും വേണ്ട എന്തെന്നത് അളിയാ ബാല നീ അടിച്ചു വന്ന ഒരു ചെറുക്കൻ അതിനകത്ത് ഇപ്പഴും ചത്ത കിടക്കുക. വണ്ടിക്കത്താ ആ ഉയ്യോ, ഇല്ലല്ലോടാ. പാവം പയ്യനല്ലേ. ആ ഒലിവിയ ഇനി വന്നേ. അയ്യോ എന്താ പേടി എന്താ ഇവിടെ വന്ന് ഇത്രയും പേടിയോ? ഈ എന്റെ സൈഡിൽ വന്ന് നിൽക്കൂ. ജെ അടിച്ച് നിൽക്കും, ജെ അടി. ആ ഞാൻ ഒരു കാര്യം പറയട്ടെ ഒലിവ. ഒലിവ ഇസ് നൈസ് ഗേൾ. പക്ഷേ ഞാൻ ഒരു കാര്യം പറയാം. ഒലിവ വന്നതിന് ശേഷം സാവേജിന് നമ്മളൊരു മൈൻഡ് പോലും ഇല്ല. മനസ്സിലായോ ഒലിവ? ഒലിവിയ വന്നതിന് ശേഷം സാവേജിന് നമ്മളെ മൈൻഡ് പോയിട്ട് പട്ടി വിലയാണ്. സാവേജ് നിന്നോടല്ലോ സംസാരിക്കുന്നത്, ഒലിവിയോട് സംസാരിക്കുന്നത്. നിന്നോടല്ലല്ലോ സംസാരിച്ചത്, ഞാൻ ഒലിവിയോടല്ലേ സംസാരിച്ചത്. ഇറ്റാച്ചിയെ നമ്മൾ പറഞ്ഞ കാര്യം സത്യമല്ലോ അളിയാ. അളിയാ ഇവിടെ സിറ്റിയില് ഞാൻ ഒരു കേസ് പറഞ്ഞുതരാം. ഇപ്പൊ കുട്ടിയൊക്കെ വരുന്നതിന് മുന്നേ സാവേജ് ഫുൾ ടൈം എന്റെ ഒപ്പം ഉണ്ടായിരുന്നതാണ്. അതെ നമ്മടൊപ്പം ഡാൻസും കളിച്ച് പാട്ടും പാടി സന്തോഷമായി നടന്നതാണ്. പെട്ടെന്ന് ഒരു നിമിഷം കൊണ്ട് പോയി ആള് വേറെ വഴിക്ക് പോയ പോലെ. നീ പോയെന്ന് മാത്രമല്ല നമ്മളെ റേഡിയോയില് സാവേജ് എവിടാന്ന് ചോദിച്ചാൽ ഞാൻ പറയാൻ പോലും പറ്റാത്തൊരു അവസ്ഥയാണ് ഇപ്പൊ. ഞാൻ പറയാറുണ്ട്. ആ അതെ, അത് ഒരു കൺട്രോളൊക്കെ വേണം അല്ലേ ചേച്ചി? ഇതിങ്ങനെ ഗ്യാങ്ങിനെ മറന്നിട്ടുള്ള ഒരു റിലേഷൻ വേണ്ട വെച്ചു. എനിക്കങ്ങനെ റിലേഷൻ ഇല്ല. ഗ്യാങ് കഴിഞ്ഞിട്ടുള്ള റിലേഷൻ ഒക്കെ മതി കേട്ടോ സാവേജ്. ഗ്യാങ് എന്തൊക്കെ പറഞ്ഞാലും ഗ്യാങ് കഴിഞ്ഞിട്ടുള്ള പരിപാടിയൊക്കെ മതി സാവേജ്. ഗ്യാങ് മെമ്പേഴ്സ് കഴിഞ്ഞിട്ടുള്ള റിലേഷൻ അതിപ്പോ ആരാണെങ്കിലും ഗ്യാങ്ങിലുള്ളവര്, മനസ്സിലായോ? അത്രേ ഉള്ളൂ. ഈ പറച്ചില് മാത്രം പോരാ. എടാ വാസവണ്ണം പോലും ഒരു ഗേൾഫ്രണ്ട് സെറ്റ് ആയി കഴിഞ്ഞാല് മനസ്സിലായോ? ഗ്യാങ് കഴിഞ്ഞിട്ടേ ഉള്ളൂ ആ ഗേൾഫ്രണ്ട് ഒക്കെ, മനസ്സിലായോ? അതാണ് ടി വി ബ്രോ, അതാണ് ടി വി, മനസ്സിലായോ? പക്ഷെ നമുക്കത് തോന്നിയിട്ടില്ല വെച്ചു. അല്ല ബ്രേക്കപ്പ് ഒന്നും വേണ്ട. ആ അല്ല ഞാൻ അറിയാൻ ഗ്യാങ്ങിന് ഒരു പ്രയോറിറ്റി കൊടുത്തിട്ടുള്ള റിലേഷൻ ഒക്കെ മതിടാ. അതിന്റെ അപ്പുറത്തോട്ടുള്ള റിലേഷൻ ഒന്നും വേണമെന്ന് ഞാൻ പറയുന്നില്ല, മനസ്സിലായോ? അത് ഞാൻ വന്നത് അതിപ്പോ എങ്ങനെ പാവം അപ്പൊ നമുക്ക് വിഷമാവുന്ന ദിവസം എനിക്ക് ആലോചിച്ചില്ലേ? പ്രൊപ്പോസ് പോലും ചെയ്തില്ല, മനസ്സിലായോ? ആണോ? വാ മനസ്സിലായോ? ഒലിവിയ സാവേജ് ഇപ്പൊ പറഞ്ഞു വെച്ചാല് സാവേജ് ഇതുവരെ പ്രൊപ്പോസ് പോലും ചെയ്തില്ലെന്ന് പറഞ്ഞു. ഇപ്പൊ പ്രൊപ്പോസ് ചെയ്യാം. സാവേജ് ഒന്ന് പ്രൊപ്പോസ് ചെയ്തടാ. നിനക്ക് ഒലിവിയനെ ഇഷ്ടമാണെങ്കിൽ പ്രൊപ്പോസ് ചെയ്യണം ഇപ്പൊ ഈ നിമിഷം. ഓൾറെഡി പ്രൊപ്പോസ് ചെയ്ത നീയല്ലേ പറഞ്ഞത് നീ പ്രൊപ്പോസ് പോലും ചെയ്തിട്ടില്ലെന്ന്. ഒലിവിയ സത്യമാണോ ഒലിവിയ? അത് പ്രൊപ്പോസൽ അല്ല. നിന്റെ ഒരു ഉള്ളീന്ന് ഒരു സാധനം പറ്റാ കാണട്ടെ. നമ്മളൊന്ന് എന്ത് വന്നു നമ്മള് കണ്ടില്ലല്ലോ. ഒലിവിയ ഉള്ള കാര്യം പറയാം. ഒലിവിയ വന്നതിന് ശേഷം സാവേജിന് ഗ്യാങ്ങിനോട് ഒരു കമ്മിറ്റ്മെന്റും ഇല്ലാതായി, മനസ്സിലായോ? ഒലിവിയ വന്നതിന് ശേഷം ഇവന് ഗ്യാങ് മെമ്പേഴ്സിനോടും കമ്മിറ്റ്മെന്റ് ഇല്ലാത്തൊരു മനുഷ്യനായി മാറി. ഇത് നമുക്ക് എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടാണ്, മനസ്സിലായോ? റേഡിയോയില് സാവേജ് എവിടാന്ന് ചോദിച്ചാൽ പോലെ അവന് ഉത്തരവില്ല, മനസ്സിലായോ ഒലിവിയ? അത് നമുക്ക് ബുദ്ധിമുട്ടാണ്. റിലേഷൻഷിപ്പ് ഈസ് ഫൈൻ, ഓക്കെ. പക്ഷേ ഗ്യാങ് മെമ്പേഴ്സിനെ ഒഴിവാക്കിയിട്ടുള്ള റിലേഷൻഷിപ്പ് നമുക്ക് ഇച്ചിരി ബുദ്ധിമുട്ടാണ് ഒലിവിയ. പിന്നെ നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പ് എത്രയാലും ഉണ്ടാവും. അല്ല അങ്ങനത്തെ റിലേഷൻഷിപ്പ് ആണ് നീ കൊണ്ടുവന്നത്. നീ പോയി വല്ല BNB പോയി കയറാ. ആ നെല്ലിക്കട വീടോ പോയി കയറാ. പിന്നെ TV ഇരിക്കട്ടെ നീ. ഒരു ബന്ധമില്ലെന്നാ ഉള്ള കാര്യം തന്നെ പറഞ്ഞത്. എടാ ഞാൻ ഒരു കാര്യം പറയാം. അതായത് സാവേജ് ഈ ഒലിവിയുടെ റിലേഷൻഷിപ്പ് ടെമ്പററി അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാവേജ് നീ ശിവണ്ടിയാവും കേട്ടോ. ഉള്ളത് ഇത് കണ്ടാ മതി. ഒലിവിയനോടും ഇത് തന്നെ തിരിച്ചു പറയുള്ളൂ. എങ്ങാണ് സാവേജിനെ വിഷമിപ്പിച്ചിട്ട് ഇട്ടിട്ട് പോകാനുള്ള പ്ലാൻ ആണെങ്കിൽ പിന്നെ എല്ലാ ദിവസവും ഊക്കും കേട്ടോ. ഇപ്പൊ ആന് കിട്ടണ ഊക്കിന്റെ ഡബിൾ ആയിരിക്കും നിനക്ക് കിട്ടാൻ പോകുന്നത്. അല്ല ആനുള്ള തുടങ്ങിയില്ലല്ലേ? ആനോട് ചോദിച്ചാൽ മതി അതെന്താണ് അവസ്ഥ എന്നുള്ളതൊന്ന് ഹിസ്റ്ററിയൊക്കെ ഒന്ന് ചോദിച്ചു നോക്കിയാൽ മതി. എല്ലാ സെർവറിന്റെ 5 മിനിറ്റ് ആ ഒരു 5 മിനിറ്റ് മതി. ആനൊക്കെ ഒരാഴ്ച നിന്ന് ഓടിയതാണ്. അതുപോലെ ഒലിവിയെ ഓടിക്കാൻ നമുക്ക് താല്പര്യമില്ല സത്യം പറഞ്ഞ. ഞാൻ ഒരു കാര്യം ഞാൻ ഒറ്റ ക്വസ്റ്റ്യൻ ചോദിക്കാം. സാവേജ് ഒറ്റ ക്വസ്റ്റ്യൻ ചോദിക്കാം. ഗ്യാങ് മെമ്പേഴ്സ് ആണോ നിനക്ക് ഗേൾഫ്രണ്ട് ആണോ പലരും? നമുക്ക് അങ്ങനെ തോന്നിയില്ലല്ലോ.
അതങ്ങനെ നിനക്കല്ല, അതല്ല നമ്മൾ പറഞ്ഞോണ്ടിരിക്കുന്നത്, നമ്മുടെ കാര്യമല്ല നമ്മൾ പറഞ്ഞത്. ഞാൻ എപ്പോഴും ഇറ്റാച്ചിട്ട് ഇവിടെ കാണും, എപ്പോ കാണുമല്ലോ. ഇപ്പൊ 2 ദിവസമായിട്ട് ഇല്ലടാ. സാവേജ് ഞാനും ഇങ്ങനെ പെമ്പിള്ളാരുടെ പുറകെ പോയിട്ടുണ്ടോ, പക്ഷെ എന്ന് പറഞ്ഞ് ഗ്യാങ് മെമ്പേഴ്സിനെ ഒഴിവാക്കിയിട്ടുള്ള പരിപാടി നമ്മൾ കാണിക്കാറില്ല, മനസ്സിലായോ? ഞാൻ സത്യം ആ ആ നീ ഒരു 2 മണിക്കൂർ കഴിഞ്ഞ മറ്റേ വിനായകൻ ചേട്ടന്റെ ചായക്കട നേരിട്ട് ചായം കുടിച്ചിരുന്നോ കേട്ടോ? സ്റ്റാർബക്സ് എന്നെ കൊണ്ട് പറയിപ്പിക്കില്ലേ. എന്തായിരുന്നു പോടാ ഒന്ന് നല്ല പോടാ സാവേജ്. എനിക്കങ്ങ് വൈവന്റെ കൂടെ സംസാരിക്കാം. വിട്ടേക്ക്